അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لن تنالوا البر حتى تنفقوا مما تحبون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والحمد لله رب العالمين. ഏറ്റവും സ്നേഹാദരണീയരായ എസ്ജിവിയിലെ കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവനേറ്റവും പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ജീവിതത്തിലെ പാപങ്ങൾ പൂർത്തീകരിക്കുകയും പാപങ്ങളില്ലാത്ത ഭാവി കൊണ്ട് അവൻ നമ്മെ അനുഗ്രഹിക്കുകയും നാം ആദരിക്കുന്ന എല്ലാ മഹാന്മാരോടുമൊപ്പം സ്വർഗലോകത്ത് അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട്, ചെറിയ പെരുന്നാളിന്റെ ശേഷമുള്ള നാളുകൾ പ്രധാനപ്പെട്ട രണ്ട് മഹൽ വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കുന്ന കാലയളവാണ്. ഒന്ന് ആത്മീയ ലൈനിലും മറ്റൊന്ന് ദീനിന്റെ ഇൽമു ശരീഅത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം അത് നിലനിർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ ജീവിതം ചെലവഴിക്കുകയും ചെയ്ത രണ്ട് മഹൽ വ്യക്തിത്വങ്ങൾ. ശവ്വാൽ 4 വഫാത്തായ സി എം വലിയുല്ലാഹി, ശവ്വാൽ 24 വഫാത്തായ എന്റെ വന്യരായ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹുമ നാട്ടിലെത്തിയ ശേഷം, ഞാൻ ഓഗസ്റ്റ് 15 നാട്ടിലെത്തി. അന്നു മുതൽ ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഈ രണ്ട് വ്യക്തിത്വങ്ങളെയും അനുസ്മരിച്ചുകൊണ്ടുള്ള നിരവധി വേദികളിൽ സംബന്ധിക്കുകയുണ്ടായി. ഇനിയും ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലൊക്കെ പ്രോഗ്രാമുകളുണ്ട്. വേർപാടിന്റെ 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സുന്നി ലോകം നെഞ്ചിലേറ്റി നടക്കുന്ന ആ മഹത്തായ വ്യക്തിത്വം അത് ഖിയാമത്ത് നാൾ വരെ സുന്നികൾക്ക് അതിപ്രധാനപ്പെട്ടതാണ് എന്നതിന്റെ വ്യക്തമായ തെളിവായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സി എമ്മും ഇ കെ ഹസൻ മുസ്ലിയാരും തമ്മിൽ ജ്യേഷ്ഠാനുജ സഹോദരന്മാരാണ്. അവരുടെ രണ്ടുപേരുടെയും ഉമ്മമാർ ജ്യേഷ്ഠത്തിമാർ, അനുജത്തിമാരാണ്. ഉസ്താദിന്റെ ഇളയമയുടെ മകനാണ് സി എം വലിയുല്ലാഹി. അതുകൊണ്ട് വളരെയധികം ബറക്കത്തുള്ള ആ കുടുംബം, ഉസ്താദിന്റെ പിതാവിന്റെ കുടുംബം, ശംസുൽ ഉലമ ഉൾക്കൊള്ളുന്ന ഇ കെ ഉമർ ഹാജി ഉൾക്കൊള്ളുന്ന ആ കുടുംബം, കോയട്ടി മുസ്ലിയാരുടെ മക്കൾ, അവരെല്ലാവരും ആത്മീയ രംഗത്തും ദീനിന്റെ ആദർശ രംഗത്തും പണ്ടും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നവരാണ്. ആ പിതാവിന്റെ മക്കളുടെ നാമപരമ്പര തന്നെ നോക്കിയാൽ ആ ദീനി ടച്ച് കാണും. ആൺകുട്ടികൾക്ക് പേര് വെച്ചത് തന്നെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഹസൻ, ഹുസൈൻ, അഹമ്മദ്, അബ്ദുള്ള. എന്തൊരു ദീനി ബന്ധമാണ് ഒരു പിതാവ് തന്റെ മക്കളെ ഇസ്ലാമിന്റെ തുടക്കകാലം മുതൽ മുസ്ലിം സമുദായത്തിന് നായകത്വം വഹിച്ച 4 ഖലീഫമാരുടെ പേര് തൊട്ട് അവിടുന്ന് ഇങ്ങോട്ട് മുസ്ലിം ലോകം ഖിയാമത്ത് നാൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നാമങ്ങളൊക്കെ തന്റെ മക്കളുടെ കൂടി നാമങ്ങളായിരിക്കണം എന്നാഗ്രഹിച്ച പിതാവ് വളരെ വലിയ ധന്യമായ ജീവിതത്തിന്റെ ഉടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അവരെ ആയുഷ്കാലം ഏതൊരു പ്രസ്ഥാനത്തിനു വേണ്ടി വിനിയോഗിച്ചോ അത് കൂടുതൽ ശോഭിതമാക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ഉസ്താദ് അവിടുത്തെ ആ പുരുഷായുസ് മുഴുവനും എന്തിനു വേണ്ടി ചെലവാക്കി അത് കൂടുതൽ സജീവമാക്കാൻ സൗകര്യം അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സി എം വലിയുല്ലാഹിയെ കൂടി അവസരോചിതമായി ഈ അനുസ്മരണത്തിൽ ഒറ്റവാക്കിൽ ഉൾപ്പെടുത്തി നമുക്ക് ഉസ്താദിനെ കുറിച്ച് ചില കാര്യങ്ങൾ എന്റെ ഓർമ്മയിലുള്ളതും എനിക്കറിയാവുന്നതുമായ 5 വർഷക്കാലം ഉസ്താദിന്റെ കൂടെ എന്റെ പഠനത്തിന്റെ അവസാന കാലഘട്ടങ്ങൾ വിനിയോഗിച്ചപ്പോൾ
ഞാനായത് വന്ദ്യരായ ഉസ്താദിന്റെ പ്രത്യേകമായ ശ്രദ്ധയും നിർദ്ദേശങ്ങളുമൊക്കെ എന്നെ പിന്തുടർന്നതുകൊണ്ട് തന്നെയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഉപ്പയുടെ ഏറെക്കുറെ 4 മക്കളും അവിടുത്തെ ശിഷ്യന്മാരാണ്. 4ാമത്തെ ആൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്താദിന്റെ വഫാത്തുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ പ്രവർത്തകരായി സ്വീകരിക്കുമാറാവട്ടെ എന്നൊരിക്കൽ കൂടി ദുആ ചെയ്തുകൊണ്ട്, ഒരാളെ അനുസ്മരിക്കുന്നത് മുസ്ലിമീങ്ങളാവുമ്പോൾ, ദീനി ബന്ധമുള്ളവരാകുമ്പോൾ അവർ നടത്തുന്ന അനുസ്മരണത്തിന് 2 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന് നേരത്തെ കുമോളി ഉസ്താദിന്റെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞ ദിക്റുൽ അംബിയായി കഫാറത്തുൻ ദിക്റുൽ അംബിയായി ഇബാദത്തുൻ വദിക്റു സാലിഹീന കഫാറ. പ്രവാചകന്മാരെ പറയൽ അത് ഒരു ഇബാദത്താണ്. പ്രവാചകന്മാർക്ക് അല്ലാത്ത മറ്റുള്ളവരൊക്കെ ഉൾപ്പെടുന്നതാണ് സ്വാലിഹീങ്ങൾ എന്ന പ്രയോഗം. അതിൽ ശുഹദാക്കളായാലും ആരിഫീങ്ങൾ ഔലിയാക്കൾ ആയാലും ഉലമാക്കളായാലും ഒക്കെ സ്വാലിഹീങ്ങളാണ്. ആ ദീനിന് വിസ്മരിക്കാൻ പറ്റാത്ത മഹൽ വ്യക്തിത്വങ്ങൾ, അവരെ പറയൽ നമുക്കൊക്കെ വന്നു ചേരുന്ന പാപങ്ങൾ പുറത്തു കിട്ടാൻ അതിൻ്റെ പ്രായച്ചിത്തമാണ് എന്ന് പറഞ്ഞ ആ ഒരു ഗുണം അനുസ്മരണത്തിന്റെ ഭാഗമായി ഉള്ളതാണ്. അപ്പോൾ അനുസ്മരിക്കപ്പെടുന്നത് സ്വാലിഹാകുമ്പോൾ സ്വാലിഹ്യങ്ങളെക്കുറിച്ച് ഓർക്കുക, അവരെക്കുറിച്ച് പറയുക, അവരെ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കി തരുന്നു. മറ്റൊരു ഗുണം, അനുസ്മരിക്കപ്പെടുന്ന വ്യക്തിയുടെ ജീവിതം, ധന്യമായ അവിടുത്തെ ജീവിതങ്ങൾ, ചരിത്രങ്ങൾ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് തന്റെ ജീവിതത്തിലും ആ പാഠങ്ങൾ പകർത്തി ഇത്തിബാഴ് ചെയ്യാനുള്ള അവസരം ലഭിക്കുക. ബഹുമാനപ്പെട്ട ഉസ്താദിനെ സ്മരിക്കുമ്പോൾ ഈ 2 അർത്ഥതലങ്ങളും ഒത്തുണങ്ങുന്നു എന്നത് തീർച്ചയാണ്. പാപമോചനത്തിന്റെ കഫാറത്തായും സുന്നി പ്രവർത്തകൻ എന്ന നിലയിൽ ഓരോ പ്രവർത്തകനും മാതൃകയാക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ മാത്രമേ ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ളൂ. ഒരു എന്തൊക്കെ മേഖലയിൽ ഉസ്താദ് തൊട്ടിട്ടുണ്ടോ അവിടെയൊക്കെ മാതൃകയുണ്ട്. ഒരു മാതൃകയായ മുദരിസ് എങ്ങനെയാണ് കുട്ടികൾക്ക് ദർസ് നടത്തേണ്ടത്, എങ്ങനെയാണ് മുതഅല്ലിമീങ്ങളോട് സമീപിക്കേണ്ടത്, എങ്ങനെയാണ് ദർസിനെ നിലനിർത്തുന്ന നാട്ടുകാരോട് സമീപിക്കേണ്ടത്, എങ്ങനെയാണ് സംഘടനാ നേതാക്കൾ അവരുടെ നയങ്ങൾ നിലനിർത്തേണ്ടത്, എങ്ങനെയാണ് ആദർശം നിലനിർത്തേണ്ടത്, അതെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, എതിരാളികളോട് എങ്ങനെയാണ് അതേക്കുറിച്ച് സംസാരിക്കേണ്ടത്, ഏതൊക്കെ മേഖലകൾ പരിശോധിച്ചാലും ഉസ്താദ് സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് അവിടുത്തെ ചരിത്രം പരിശോധിച്ചാൽ അറിയും. ഞാൻ ആമുഖമായി ഓതിയ ഒരായത്ത്, അത് ബോധപൂർവം ഞാൻ ഓതിയത് തന്നെയാണ്. ആ ആയത്ത് ഓതാനൊരു കാരണമുണ്ട്. മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉസ്താദ് കടക്കുന്ന കാലത്ത് വിദ്യാർത്ഥികളായ 5 പേരുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ വിനീതനായി ഞാനുണ്ടായിരുന്നു. അന്ന് എപ്പോഴും ആളുകൾ സന്ദർശിക്കാൻ വരും, പലതരത്തിലുള്ള ആളുകൾ വരും. ഉമർ മൗലവിയുടെ കത്ത് കൊണ്ടുവന്നപ്പോഴും ഞങ്ങളൊക്കെ കൂടെയുണ്ട്. എന്നാൽ ഒരു ദിവസം ഞങ്ങൾ ഉസ്താദിന്റെ കൂടെ ഹോസ്പിറ്റലിലുള്ള സമയത്ത് പാലക്കാട് ജന്നത്തുൽ ഉലൂം അറബി കോളേജിന്റെ പ്രതിനിധികൾ, അന്ന് ജന്നത്തുൽ ഉലൂമൊക്കെ നമ്മുടെ സമസ്തയുടെയൊക്കെ സ്ഥാപനമായി നിലനിൽക്കുന്ന കാലഘട്ടമാണ്. അവിടുത്തെ പ്രമുഖരായ ചില ആളുകൾ ഉസ്താദിനെ സമീപിക്കാൻ വന്നു. ഉസ്താദ് വളരെ രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സാവിത്രി ബിൽഡിങ്ങിനകത്ത് ഉസ്താദിന് പ്രത്യേകമായി സൗകര്യം ചെയ്ത ആ റൂമിൽ ആ സമയത്ത് ശംസുൽ ഉലമയുണ്ട്, താജുൽ ഉലമയും ഉണ്ട്. അവരങ്ങനെ, ശംസുൽ ഉലമ എപ്പോഴും അവിടെ വരും, വന്നു പോകും. താജുൽ ഉലമ അപൂർവമാണെങ്കിലും അന്ന് അകലെന്ന് വരണ്ടേ, ആ സമയത്ത് താജുൽ ഉലമയും ഉണ്ട്. ആ സന്ദർഭത്തിലാണ് പാലക്കാട് ജന്നത്തുൽ ഉലൂമിന്റെ പ്രതിനിധികൾ അവിടെ വന്നത്. അങ്ങനെ ഉസ്താദിന്റെ ആ അവസ്ഥ കണ്ടിട്ട് പാലക്കാട്ടെ പ്രമുഖരിൽപ്പെട്ട ചില ആളുകൾ
ഉസ്താദിനോടുള്ള മഹബത്ത് കാരണം ഒരു റിക്വസ്റ്റ് നടത്തി. ഉസ്താദെ, ഇനി നിങ്ങൾ കുറച്ചൊക്കെ ശരീരം ശ്രദ്ധിക്കണം. ശരീരം ഊണും ഉറക്കുമില്ലാതെ സുന്നത്തി ജമാഅത്ത് ദീനി എന്ന് പറഞ്ഞ് ഓടി നടന്ന് തടി നോക്കാതെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന അർത്ഥത്തിൽ അങ്ങനെ ഇനി ചെയ്യരുത് എന്ന ഒരു നിർദ്ദേശമാണ് ഈ വന്നത്. ചെയ്ത ആളുകൾ അത് ഉസ്താദിനെ സ്നേഹിച്ചിട്ട് പറഞ്ഞതാണ്. ആ സമയത്ത് ഉസ്താദ് കിടക്കുന്ന ഉസ്താദ് ചാടി അങ്ങ് എണീറ്റിട്ട് അവരോടങ്ങ് ഓതി, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കാത്ത കാലത്തോളം നിങ്ങൾ നന്മ ചെയ്തവരാകില്ല എന്നല്ലേ എനിക്ക് അല്ലാഹു തന്നിട്ടുള്ളത് ഈ ശരീരമാണ്. ഈ ശരീരമല്ലാത്തൊരു സമ്പത്തും എനിക്കില്ല. ഈ ശരീരം ഞാൻ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അല്ലാതെ ചെലവാക്കിയിട്ടില്ല. അത് നിർത്തിവെക്കാനാണോ നിങ്ങൾ പറയുന്നത്? അത് നിർത്തിവെച്ചിട്ട് കിട്ടുന്ന ഈ സുഖം ഹസ്സന്റെ തടിക്ക് വേണ്ട എന്ന ധീരതയോടെ ശൂര്യതയോടെ അവരെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ തിരിച്ചൊന്നും അവർക്ക് പറയാനുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, രോഗശയ്യയിൽ കിടക്കുന്ന ഉസ്താദിന്റെ ആ ധീരത കണ്ട് ശംസുലുലമയും താജുലുലമയും ഒക്കെ അന്താളിച്ചുപോയി. ഇത് വ്യക്തമാക്കുന്നു വന്ദ്യരായ ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ. അവിടുത്തെ ജീവിതം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി, 57-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നു. 57-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നു എന്ന് പറഞ്ഞാൽ 30 കൊല്ലമാണ്. പൂർണ്ണമായ 30-31 വർഷം ആണ് ഉസ്താദിന്റെ പ്രവർത്തന കാലഘട്ടം. ഈ 31 വർഷം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ 26 വയസ്സ് മുതൽ തുടങ്ങി എന്നർത്ഥം. 26 വയസ്സ് മുതൽ കിട്ടുന്ന 31 വർഷമാണ് 57 വയസ്സിൽ വഫാത്താവുന്നു എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത്. ഈ കാലഘട്ടം ഏതാണ്? 82-ലാണല്ലോ ഉസ്താദിന്റെ വഫാത്ത്. 82 വരെയുള്ള കാലഘട്ടം 30 കൊല്ലം എന്ന് പറഞ്ഞാൽ 52, 62, 72, 82. അപ്പൊ 1952 മുതൽ ഉസ്താദ് ആദർശ പ്രചരണ രംഗത്ത് സജീവമായി. മുതഅല്ലിം ആയ ജീവിതം അവസാനിച്ച് ഉരുളിക്കുന്നിൽ മുദരിസായി നിലനിൽക്കുന്ന കാലം മുതൽ ഗോദയിലിറങ്ങിയപ്പോൾ ഉസ്താദ് അക്കാലം മുതൽ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം, ഉസ്താദിന്റെ വഫാത്തിന് ശേഷം നമ്മോട് വിടവാങ്ങിയ റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, താജുൽ ഉലമ കെ സദഖത്തുള്ള ഉസ്താദ് തുടങ്ങി. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഉസ്താദിന്റെ വഫാത്തിന് ശേഷം വഫാത്തായ ഒരുപാട് പ്രമുഖർ, താജുൽ ഉലമ വരെയുള്ള വലിയ ആളുകൾ ഒക്കെ സംഘടനയിൽ പ്രസ്ഥാന രംഗത്ത് സജീവമാവുന്ന കാലത്ത് അവരുടെയൊക്കെ പ്രായം കുറഞ്ഞ ആളാണ് ഉസ്താദ്. ഉസ്താദ് ഗോദയിൽ നടക്കുന്ന കാലത്ത് ഉസ്താദിനേക്കാൾ പ്രായം കൂടിയ പണ്ഡിതന്മാരായി ഈ പറഞ്ഞ മഹാന്മാരൊക്കെ നിലവിലുണ്ട്. കൂട്ടുമാല ഉസ്താദും ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും സദഖത്തുള്ള ഉസ്താദും തുടങ്ങി, കാഞ്ഞങ്ങാട് PA ഉസ്താദ് തുടങ്ങിയ, അതുപോലെ അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ തുടങ്ങി എത്രയെത്ര വലിയ വലിയ മഹാന്മാര്, അതിൻ്റെയൊക്കെ മുമ്പ് മരിച്ചുപോയ 960-ലും 70-ലും ഒക്കെ മരിച്ചുപോയ വലിയ വലിയ ആലിമീങ്ങളില്ലേ സമസ്തയിൽ, അവരൊക്കെ ഉള്ള കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഗോദയിൽ നിറഞ്ഞു നിന്നത് എവിടെയൊക്കെ നിറഞ്ഞു നിന്നു? വിദ്യാർത്ഥിക്കാരോട് വാദപ്രതിവാദം നടത്തണമെങ്കിൽ അത് ഇ.കെ. ഹസൻ മുസ്ലിയാരാണ്. ഇ.കെ. ഹസൻ മുസ്ലിയാർ ഒരു രോമം പോലും നരച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരനാണ്. കോടതികളിൽ കേസുകളുണ്ടായാൽ ആദർശ പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിലെ നിരവധി മഹല്ലുകളിൽ ഖുതുബ പരിഭാഷയുടെ പേരിൽ കോടതികളിൽ കേസ് നടന്നിട്ടുണ്ട്. ഈ കേസുകളെല്ലാം ഇ.കെ. ഹസൻ മുസ്ലിയാർ അല്ലാത്ത മറ്റൊരാൾ സുന്നികൾക്ക് വേണ്ടി കോടതി കയറിയിട്ടില്ല. ഉസ്താദിനേക്കാൾ പ്രായം കൂടി എത്ര വലിയ ആളുകളുണ്ടായിരുന്നു. ശരീരം ദീനിനു വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ഉസ്താദിനെ കുറിച്ചറിയാം. എതിരാളികൾ പോലും സമ്മതിക്കുന്ന സത്യമാണ്. നാക്കിലുള്ളതും വാക്കിലുള്ളതും അവിടുത്തെ കൽബിലുള്ളു തന്നെയാണ്. ആത്മാർത്ഥതയുടെ വിഷയത്തിൽ
ഇഖ്ലാസിന്റെ വിഷയത്തിൽ അസമുസ്ലിയാർക്ക് രണ്ട് മുഖമില്ല എന്ന് വിദ്യാർത്ഥികാരൻ ചേകനൂര് വരെ സമ്മതിക്കുന്ന സത്യമാണ്. അതുകൊണ്ട് ആ ഉസ്താദിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഉസ്താദിന്റെ പ്രത്യേകതകളായ ഒരു കാര്യത്തിലും ഈ യുഗത്തിൽ ഉസ്താദിനോട് സമപ്പെടുത്താൻ മറ്റൊരാൾ ഇല്ല. സുന്നത്ത് ജമാഅത്തിന് നല്ല പരവതാനി വിരിച്ചു തന്ന് ഇനി വേണ്ടതൊക്കെ വാനോളം കെട്ടിപ്പൊക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നിട്ടാണ് വന്യരായ ഉസ്താദ് നമ്മോട് യാത്ര പറഞ്ഞിട്ടുള്ളത്. അത് അവിടുത്തെ ഓരോ ചലനങ്ങളും നോക്കിയാൽ കാണാൻ പറ്റും. മറ്റൊരു വ്യത്യാസം, 1925 ശേഷം കേരള മുസ്ലിമീങ്ങളുടെ ആദർശ ആചാര രംഗം വിദഈ പ്രസ്ഥാനക്കാരുടെ കടന്നുകയറ്റത്തോടെ മലീമസമായപ്പോൾ അവരെ നേരിടാൻ സുന്നികളിൽ ആരാണ് എന്ന് ചിന്തിച്ചിട്ട് ആദ്യം ആ വിഷയത്തിൽ രംഗത്ത് വന്ന കേരള മുസ്ലിങ്ങളുടെ പണ്ഡിതൻ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു മഹാനവറുകളായിരുന്നു. മഹാനവറുകളുടെ കാലശേഷം ഇനി നമുക്ക് ആര് എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, തൊട്ടടുത്ത് തന്നെ വൈകാതെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഈ രണ്ട് വ്യക്തികളും അധിക കാലം നീളാതെ അവരെ കാലഘട്ടവും കഴിഞ്ഞപ്പോൾ ഇനി നമുക്കാര് എന്ന ചോദ്യം വീണ്ടും ഉടലെടുത്തിരുന്നു. എന്താണ് അതിനർത്ഥം? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ആവോളം ചെയ്തുവെങ്കിലും ആ ആദർശ വൈരികളെ നേരിടാൻ ആവശ്യമായൊരു പിൻതലമുറയെ വാർത്തെടുക്കുന്ന പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് തന്റെ വിയോഗശേഷം സുന്നികൾക്കിനി ആര് എന്ന ചോദ്യമുണ്ടായത്. അത് ചരിത്രം അങ്ങനെ തന്നെയാണ്. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരും അതുപോലെ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും ഒക്കെ അവർ ആദർശം പഠിപ്പിച്ച വിദേഹത്തുകാരെ നേരിടാൻ പറ്റുന്നൊരു തലമുറയെ പ്രത്യേകം സ്റ്റഡി കൊടുത്ത് വളർത്തിയല്ല അവർക്ക് ഇവിടുന്ന് വിയോഗമുണ്ടായത്. അതേസമയം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ വഫാത്തിന് ശേഷം ഇനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി ശംസുൽ ഉലമ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ശംസുൽ ഉലമ 1-2 സ്റ്റേജുകൾ മാത്രമേ നേരിടേണ്ടി വന്നുള്ളൂ. അത് തന്നെയും ഇടയ്ക്ക് വെച്ച് ഉസ്താദിന്റെ രംഗപ്രവേശത്തോടെ മാന്യന്മാരായ ഗുരുനാഥന്മാരെ നിങ്ങളൊക്കെ വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞ് വന്യരായ ഉസ്താദ് ആ വിദേഹത്തുകാരന്റെ നേർക്കുള്ള എല്ലാ പ്രതിരോധത്തിനും തന്റെ ശരീരവും അറിവും ഉപയോഗപ്പെടുത്തിയിട്ട് പടയൊരുക്കം നടത്തുമ്പോൾ മേൽത്തട്ടിലുള്ള ഉസ്താദുമാരെല്ലാം അസമുസ്ലിയാർക്ക് ശക്തി പകർന്നുകൊണ്ട് അവരൊക്കെ വിശ്രമിക്കുകയായിരുന്നു. മാത്രമല്ല ഉസ്താദ് പിന്നീട് കണ്ടത് പിന്നിൽ വരുന്ന കാലഘട്ടത്തിന് വേണ്ടി നമ്മുടെ കാലശേഷം ആര് എന്ന ചോദ്യം ഉണ്ടാവാൻ പാടില്ലെന്ന് മനസ്സിലാക്കി ഉസ്താദ് ശീലിപ്പിച്ചൊരു രീതിയാണ് അക്കാലത്തെ ദർസിലെ മുതഅല്ലിമീങ്ങൾക്കും ദർസ് നടത്തുന്ന മുദരിസുമാരായ പണ്ഡിതന്മാർക്കുമൊക്കെ ഷഅബാൻ 10 ദർസ് നിർത്തിയാൽ ഷഅബാൻ 25 വരെയുള്ള 15 ദിവസത്തെ നീണ്ട പണ്ഡിത ക്യാമ്പുകൾ, ആദർശ പഠന ക്യാമ്പുകൾ കേരളത്തിന്റെ എത്ര ജില്ലകളിൽ, എത്ര നാടുകളിൽ നിരവധി തവണ നടന്നിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാർ, 200-300 ഒക്കെ പണ്ഡിതന്മാർ 10, 12, 15 ദിവസം ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ശിർക്കും തൗഹീദും സുന്നത്തും ബിദ്അത്തും തവസ്സുലും ഇസ്തിഗാസയും ഇജ്തിഹാദും തഖ്ലീദും സ്ത്രീ ജുമുഅ ജമാഅത്ത് മാല മൗലിദ് അങ്ങനെ തറാവീഹ് തുടങ്ങി എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളെല്ലാം ആലിമീങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ക്യാമ്പ് നടത്തി ഉസ്താദ് ശീലിപ്പിച്ച ആ ഒരു രീതിയുടെ ഫലമാണ് ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ഇനി നമുക്ക് ആരാണ് എന്ന ചോദ്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ഉസ്താദ് വഫാത്താവുമ്പോഴും ഉസ്താദ് ഉള്ളപ്പോൾ തന്നെയും വഹാബികളെ എങ്ങനെ നേരിടണമെന്ന ആദർശം പഠിച്ച നിരവധി പണ്ഡിതന്മാർ സമൂഹത്തിനുണ്ടായി. അപ്പോൾ വന്യരായ ഉസ്താദിന്റെ ആ കഴിവ് അത് മറ്റുള്ളവർ ഏറ്റെടുത്തുകൊണ്ട് ലോകാവസാനം വരെ വിദഅത്തുകാർക്ക് മറുപടി പറയാൻ ഈ സമൂഹത്തിൽ ആളുണ്ടാവണമെന്ന ശൈലി മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചുകൊണ്ടാണ് ഉസ്താദ് പോയിട്ടുള്ളത്. ഉസ്താദ് ജീവിച്ചതിന്റെ ഏറ്റവും വലിയ ഫലം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ മഹല്ലുകളിലാണ്. കാരണം ഐക്യസംഘത്തിന്റെ ബലത്തിൽ ആദ്യമായി കേരളത്തിലേക്ക് കടന്നു വന്ന ആദർശ വ്യതിയാനം, അതിന്റെ ശ്രമം നടന്നത്
പള്ളികളിൽ നടക്കുന്ന ജുമുഅ ഖുത്ബയുടെ ഭാഷ മാറ്റമായിരുന്നു. നേരത്തെ കുമോളി ഉസ്താദ് പറഞ്ഞ പഞ്ചലക്ഷ്യങ്ങൾ എന്ന പുസ്തകമൊക്കെ പിറക്കുന്നത് ഉസ്താദിന്റെ ആ രംഗത്തുള്ള പടയോട്ടത്തിന്റെ ഭാഗമാണ്. ഉസ്താദിന്റെ 30 വർഷത്തെ പടയോട്ടം കേരളത്തിന് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ എല്ലാ പള്ളികളും മലയാളത്തിൽ ഖുതുബ പരിഭാഷ നടത്തുന്ന സുന്നി പള്ളികളായി മാറുമായിരുന്നു. ഒരു തർക്കവും ആ വിഷയത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. മാത്രമല്ല, മിക്ക പള്ളികളിലും സ്ത്രീകളുടെ പ്രവേശനവും ഉണ്ടാകുമായിരുന്നു. പള്ളികളിൽ ഖുതുബയുടെ ഭാഷ മാറ്റിയിട്ട് അങ്ങനെ ഓരോ പ്രദേശത്തെയും മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം കയ്യിലെടുക്കുക എന്നതാണ് ബിദ്അത്തുകാരൻ ലക്ഷ്യം വെച്ചത്. എന്നാൽ 95% മഹല്ലുകളും 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തിൽ അറബി ഖുതുബയിൽ തന്നെ നിലനിർത്തിയെന്ന് മാത്രമല്ല, 25 മുതൽ 36 വരെയുള്ള കാലഘട്ടങ്ങളിൽ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമല്ലാതിരുന്നതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി അറിയാതെ പല പള്ളികളിലും തുടങ്ങിപ്പോയ ഖുതുബ പരിഭാഷ ഉസ്താദിന്റെ പടയോട്ട കാലത്ത് എത്രയോ പള്ളികളിൽ നിർത്തിവെച്ച ഖുതുബ പരിഭാഷയുള്ള പള്ളി, തുടങ്ങിയ പള്ളികൾ എത്രയുണ്ടോ അതിന്റെ 80% പള്ളിയിലും നിർത്തിവെച്ചിരിക്കുന്നു. 80 അല്ല, അതിലേറെ. ആദ്യകാലങ്ങളിൽ പരിഭാഷ തുടങ്ങിയ പള്ളികളിൽ എത്ര പള്ളിയിലാണിന്ന് പരിഭാഷയായി നിലനിൽക്കുന്നത്? വഹാബികൾ മഹല്ലുകൾ കിട്ടാതായപ്പോ അവർ വേറെ പള്ളി കയറ്റി അവിടെ അവർ മലയാള പ്രസംഗം നിലനിർത്തിയിട്ടുണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. പള്ളികളിൽ അറബിയിലുള്ള ഖുതുബയുടെ ആ അറബി ഖുതുബ തന്നെ നിലനിർത്തിക്കൊണ്ട് അത് പരിഭാഷപ്പെടുത്തി കൊടുക്കണം. അത് സുന്നിത്ത് ജമാഅത്തിന് എതിരല്ല, ഷാഫി മദ്ഹബ് തന്നെ അത് അനുവദിക്കുന്നു എന്ന പ്രചരണത്തിലൂടെയാണ് വഹാബികൾ ആദ്യം വന്നത്. വഹാബികളുടെ ആ വാദഗതികളെ ഏറ്റെടുത്തുകൊണ്ടാണ് ജമിയത്തുൽ ഉലമായി സുന്നിയ എന്ന പേരിൽ കൊടിയത്തൂർ ഖാദിയായ അബ്ദുൽ അസീസ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ജമിയത്തുൽ ഉലമായി സുന്നിയ എന്നൊരു സംഘടന രൂപീകരിച്ച് ഷാഫി മദ്ഹബിൽ ഖുതുബ പരിഭാഷപ്പെടുത്തുന്നതിന് ഫറളുകളെ മാത്രം അറബിയിലാക്കി ഫറളല്ലാത്ത ഭാഗം മറ്റു ഭാഷയിൽ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നടത്തിക്കൊടുത്താൽ കുഴപ്പമില്ല എന്ന പ്രചാരം നടത്തിയതിന്റെ പേരിലാണ് പല പള്ളികളിലും പരിഭാഷ തുടങ്ങിയത്. എന്നാൽ ഉസ്താദിന്റെ 30 വർഷത്തെ പടയോട്ടക്കാലം കേരളക്കരയിൽ എത്താത്ത പ്രദേശങ്ങളില്ല. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനക്കകത്തും ആ സംഘടന നേതൃത്വം നൽകുന്ന മഹല്ലുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയും ഉമറാക്കൾക്കിടയിൽ ഇടപെട്ട് പരിഭാഷകൾ ഉള്ളിടത്തൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. നിർത്തിവെച്ച ഒരുപാട് മഹല്ലുകൾ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം നിർത്തിവെച്ചത് എനിക്കറിയാം. അത് എണ്ണിപ്പറയുന്ന വേദിയല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് ഉസ്താദിന്റെ മാസ്റ്റർ പീസ് വിഷയമാണ്, എല്ലാം മാസ്റ്റർ പീസ് തന്നെയാണ്. എന്നാൽ ഉസ്താദിന്റെ ജീവിതത്തിലെ വലിയ ഒരു ജിഹാദാണ് കേരളത്തിലെ പള്ളികൾ അറബി ഭാഷ ഖുതുബ നിലനിർത്തുന്നതും സ്ത്രീകൾ വരാത്ത ആണുങ്ങൾ മാത്രം ജുമുഅ ജമാഅത്ത് നടത്തുന്ന പള്ളിയും. ഇതാണ് ഉസ്താദിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഉസ്താദിന്റെ വാദഗതികളും ആ വിഷയത്തിലൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട് നമുക്ക്. മാതൃഭാഷ ഖുതുബ എന്നാണ് ആദ്യകാലത്തൊക്കെ ബിദ്അത്തുകാർ പറഞ്ഞിരുന്നത്. മാതൃഭാഷ ഖുതുബ. ബുദ്ധിപരമായി ഉസ്താദ് ആ വാദത്തെ ചോദ്യം ചെയ്തിരുന്നു. മാതൃഭാഷ ഖുതുബ. ഇപ്പൊ മാതൃഭാഷ ഖുതുബ എന്ന വിഷയമില്ല. മാതൃഭാഷ ഖുതുബ എന്ന വിഷയം ഇപ്പോൾ ഇല്ല. ആ മാതൃഭാഷ ഖുതുബ എന്ന പ്രയോഗം പോലും തെറ്റാണെന്ന ഉസ്താദിന്റെ നിലപാട്. എങ്ങനെയാ ഉസ്താദിനെ നേരിട്ടത്? വാദപ്രതിവാദ സ്റ്റേജിൽ ഉസ്താദ് വഹാബികളെ മറുഭാഗത്ത് നിർത്തി ഇടവണ്ണ അലവി മൗലവിയോടും AP അബ്ദുൽ ഖാദർ മൗലവിയോടും ഒക്കെ വാദപ്രതിവാദ സ്റ്റേജിലും ഗണ്ണന സ്റ്റേജിലും മുഖാമുഖങ്ങളിലുമൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. മാതൃഭാഷയിൽ നിങ്ങൾക്ക് ഖുതുബ ഓതാൻ കഴിയുമോ? മാതൃഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് മൗലവി? മലയാള ഡിക്ഷണറി നിങ്ങൾ വായിച്ചു നോക്ക്. മാതൃഭാഷ എന്ന് പറഞ്ഞാൽ മാതാവിന്റെ മടിത്തട്ടിൽ പഠിച്ച ഭാഷ എന്നല്ലേ? മാതൃഭാഷ എന്ന് മലയാള ഭാഷ എന്നർത്ഥമാക്കാൻ പറ്റുമോ? മാതാവിന്റെ മടിത്തട്ടിൽ പഠിക്കുന്ന ഭാഷ കേരളക്കരയിലെ വ്യത്യസ്ത ജില്ലകളിൽ വ്യത്യസ്ത ശൈലിയിലല്ലേ? മാതൃഭാഷയിൽ ഖുതുബ ഓതണം എന്ന് പറഞ്ഞാൽ കാസർഗോട്ടുകാരന് മലപ്പുറത്ത് ഖുതുബ ഓതാൻ പറ്റുമോ? മലപ്പുറക്കാരന് കണ്ണൂരിൽ ഖുതുബ നിർവഹിക്കാൻ പറ്റുമോ? ഭാഷ മനസ്സിലാകാത്ത പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടല്ലോ. അതെങ്ങനെയാണ്? ഞാൻ
കാസർഗോഡ് പഠിക്കുന്ന കാലത്ത് ഒരനുഭവം ഉണ്ടായി. അവിടെ മദ്രസയിൽ അധ്യാപനം നടത്തിയിരുന്നു ഞങ്ങൾ. ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ തന്നെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ വന്നിട്ട് കേസ് പറഞ്ഞു സദർ ഉസ്താദിനോട്, ഉസ്താദെ അങ്ങേലെ ഉസ്താദ് ഇഞ്ഞാനെ കേൾക്കണെന്ന്. അങ്ങേലെ ഉസ്താദ് ഇഞ്ഞാനെ കേൾക്കണെന്ന് കാസർഗോഡിൽ മദ്രസയിലെ കുട്ടികൾ പറയാണ്. കാസർഗോഡ് കുറച്ചു കാലം അവരോട് ഇടപഴകി ജീവിച്ചത് കൊണ്ടാണ് ആ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായത്. എന്താ കുട്ടികൾ പരാതി പറയാണ്, അപ്പുറത്തെ ക്ലാസ്സിലെ ഉസ്താദ് താത്താനെ ചോദിക്കാന്ന് അതിന്റെ മലയാളം, ഇതിന്റെ നമ്മളെ മാതൃഭാഷ. കാസർഗോഡിലെ കുട്ടികൾ പിന്നെ അവരുടെ മാതൃഭാഷയിലാണ് സംസാരിച്ചത്. അങ്ങേലെ ഉസ്താദ് ഇഞ്ഞാനെ കേൾക്കണ്. അപ്പൊ എന്താ സംഭവം? ഇത് അന്വേഷിച്ച് നോക്കുമ്പോ 2 ദിവസം മദ്രസയിൽ വരാത്തൊരു കുട്ടിയെ നീ ചോദ്യം ചെയ്യാണ് ഉസ്താദ് കൊടുവള്ളിക്കാരനാണ്. ആ കൊടുവള്ളിക്കാരൻ ഉസ്താദ് മലപ്പുറക്കാർ ഇജ്ജ് എന്ന് പറയും, ഞങ്ങളെ നാട്ടിലൊക്കെ നീ എന്ന മലയാളത്തിന് ഇജ്ജെന്ന് പറയുമ്പോൾ കൊടുവള്ളിക്കാർ ഇഞ്ഞെന്ന് പറയും, കാസർഗോട്ടുകാർക്ക് ഇഞ്ഞാന്ന് പറഞ്ഞ താത്തയാണ്, മൂത്ത പെങ്ങളാണ്. അപ്പോൾ 2 ദിവസം മദ്രസയിൽ വരാത്ത കുട്ടിയോട് ഇഞ്ഞ ഏടേടാന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി എന്താ മനസ്സിലാക്കിയത്, താത്ത എവിടെയെന്നാന്നല്ലേ ആ കുട്ടിന്റെ ഭാഷയിൽ ഇഞ്ഞ ഔത്തുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞു. ഉസ്താദ് എന്ത് മനസ്സിലാക്കി, ഞാൻ പരി തന്നെ ഉണ്ടെന്ന് അയാൾ പറയുന്നത്. അങ്ങനെ കുട്ടിയെ അടിച്ചു. ഇതാണ് എനിക്ക് പ്രശ്നം. ഞാൻ പറഞ്ഞത് മാതൃഭാഷയിൽ ഖുതുബ ഓതാൻ പറ്റില്ല എന്നത് ആ വാദം, ആ പദപ്രയോഗം തന്നെ തെറ്റാണെന്ന് ഉസ്താദ് വിദേഹത്തുകാർക്കെതിരിൽ വാദപ്രതിവാദ സ്റ്റേജിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് മാതൃഭാഷ എന്ന പ്രയോഗം അവർ ഒഴിവാക്കിയത്. എന്നിട്ടോ പിന്നെ മലയാള പ്രസംഗം ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്നൊക്കെ പിന്നീട് പറയാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് മാതൃഭാഷയിൽ ഖുത്ബ നടത്തണം എന്ന് പറഞ്ഞ പ്രയോഗം തന്നെ അബദ്ധമാണെന്ന് ഉസ്താദ് വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. കാരണം എല്ലാ ജില്ലക്കാരുടെയും, ഇപ്പൊ മലപ്പുറം ജില്ലയിൽ തന്നെയും വിവിധ ഏരിയകളിൽ ഏറനാട് താലൂക്കിന്റെയും തിരൂർ താലൂക്കിന്റെയും ഭാഷകൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മാതൃഭാഷ മാതാവിന്റെ മടിയിൽ പഠിച്ച ഭാഷയാണ്, മലയാള ഭാഷയല്ലല്ലോ. ഇങ്ങനെ പദപ്രയോഗങ്ങളിലെ വൈകല്യങ്ങൾ പോലും കണ്ടുപിടിച്ച് ഞാൻ പറയുന്ന വാക്കിന്റെ അർത്ഥം ഇന്നതാണെന്ന് കൃത്യമായി നിർണയിച്ചുകൊണ്ട് കോടതിയിൽ സംസാരിക്കും പോലെയാണ് ഉസ്താദ് മുതഅല്ലിമീങ്ങളോടും പൊതുജനങ്ങളോട് പ്രഭാഷണ രംഗത്തും ഒക്കെ സംസാരിക്കുന്നത്. അവിടുത്തെ വാക്കുകൾക്ക് ഒരു ദുർവ്യാഖ്യാനങ്ങൾക്കും പഴുത് ലഭിക്കുകയില്ല. കൃത്യമായ ഇബാറത്ത് കൊണ്ട് സംസാരിക്കുന്ന ആളാണ് ഉസ്താദ്. അതുപോലെ ഖുതുബ തർജുമ ഫറളല്ലാത്ത ഭാഗം അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചുകൊണ്ട്, ഫറളുകൾ അറബിയിൽ തന്നെ നിർവഹിച്ചുകൊണ്ട് ഖുതുബ നിർവഹിക്കണം, അതിന് കുഴപ്പമില്ല എന്ന വാദവുമായി ഇസുന്നി എന്നറിയപ്പെട്ടിരുന്ന കൊടിയത്തൂർ ഖാദിയുടെ നേതൃത്വത്തിലുള്ള സംഘടനയുടെ ആളുകളും അവരുടെ പിന്നാലെ ഓരോ പ്രദേശത്തുമുള്ള വഹാബികളും കൂട്ടിയേർന്നുകൊണ്ട് സുന്നി പള്ളികളിൽ ഖുതുബ മലയാള ഖുതുബ അല്ലെങ്കിലും ഫറള് മടക്കിക്കൊണ്ടുള്ള ഖുതുബ പരിഭാഷാ സംവിധാനം കൊണ്ടുവരാൻ വളരെയധികം ശ്രമങ്ങൾ നടത്തിയതിനെയൊക്കെ ഉസ്താദ് ഷാഫി മദ്ഹബിന്റെ പിൻബലം ഒരിക്കലും അങ്ങനെയില്ല എന്ന ആ പടയോട്ടത്തിൽ, ഞാനൊക്കെ മുത്തഅല്ലിമായിരുന്ന കാലത്ത് എല്ലാവരും നാവിലും ഉണ്ടായിരുന്ന പദങ്ങളാ ദുനമാദഹ ഇഷ്ടത്തു കൗനുവ കുല്ലു അർബിയ, പിന്നെ ലഹുൻ ലായുസബു, കൗനുഹ മഫ്ഹൂമത്തൻ. ഈ പദങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ അതൊന്നുമില്ല, ആർക്കും അങ്ങനെ ഒരു ചർച്ചയില്ല, അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? പണ്ഡിതന്മാർക്കിടയിൽ പോലും ഇപ്പൊ ആ ചർച്ചകളൊന്നും നടക്കുന്നില്ല. എന്തേ കാരണം? അത് ഉസ്താദിന്റെ പടയോട്ടത്തോടെ ആ വാദങ്ങളുടെയൊക്കെ നാമ്പൊടിച്ചിട്ടുണ്ട്, അതിന്റെ തൂമ്പൊടിച്ചിട്ടുണ്ട്. ഉസ്താദ് ജീവിച്ചതിന്റെ ഫലം അത് തന്നെയാണ്. എത്ര സുന്ദരമായാണ് ഉസ്താദ് കൊടിയത്തൂർ ഖാദിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ ഷാഫി മദ്ഹബിന്റെ കിതാബുകൾ ഖുതുബ പരിഭാഷയ്ക്ക് അനുകൂലമാണ് എന്ന വാദഗതിയെ വളരെ ബുദ്ധിപരമായാണ് ഉസ്താദ് എന്താക്കിയത്, തൂഫാനാക്കി കളഞ്ഞത്. കൊടിയത്തൂർ ഖാദി പട്ടാമ്പിയിൽ വെച്ച് കൊടിയത്തൂർ ഖാദിയും ഒരു TC അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന മറ്റൊരാളും കൂടി പട്ടാമ്പിയിൽ ഉസ്താദുമായി വാദപ്രതിവാദം നടത്തിയിരുന്നു. ആ വാദപ്രതിവാദത്തിൽ
അറബി അല്ലാത്ത ഭാഷ ഫറളല്ലാത്ത ഭാഗത്ത് ഉപയോഗിക്കൽ ലഘുവാണ്. ഉസ്താദിന്റെ വാദമായിരുന്നു അത്, ലഘുവാണ്. അറബി അല്ലാത്ത ഭാഷ ഫറളല്ലാത്ത ഭാഗത്ത് ഉപയോഗിക്കാമെന്നാണല്ലോ അവർ പറഞ്ഞിരുന്നത്. ഉസ്താദ് പറഞ്ഞു അത് ലഘുവാണ്. അമ്മാ ഗൈറുൽ അറബിയത്തി ഫീ ഗൈറിൽ അർക്കാനി ലഘുവുൻ ലാ യുഹ്സബു. ഖുതുബയുടെ ഷർത്ത് ഫറളുകൾ അറബി ആയിരിക്കണമെന്നാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഫറളല്ലാത്ത ഭാഗം അറബിയിൽ അല്ലാതെ ആവാം എന്നതിന്റെ അനുവാദമല്ല എന്ന് പണ്ഡിതന്മാർക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉസ്താദ് ചെയ്തത്. അത് ഉസൂലിന്റെ റൂട്ടിലൂടെ അയിമ്മത്തുകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ദീനിന്റെ വിധികളെ കണ്ടെത്താൻ അവർ സഞ്ചരിച്ച വഴി എങ്ങനെയായിരുന്നു എന്ന് തെരഞ്ഞുപിടിച്ച് അയിമ്മത്തിന്റെ പിന്നാലെ സാഹസിക യാത്ര നടത്തിയത് കൊണ്ടാണ് ഉസ്താദിന് അവരുടെ റൂട്ടിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിഞ്ഞത്. മറ്റു പണ്ഡിതന്മാർക്ക് ഉസ്താദിന്റെ ത്യാഗത്തിലൂടെ അത് ബോധ്യപ്പെട്ടപ്പോൾ അതിന് വിസമ്മതം കാണിച്ച കൊടിയത്തൂർ അബ്ദുൽ അസീസ് മുസ്ലിയാർ പോലെയുള്ള അല്പം ചില ആളുകൾ ആ വാദത്തിൽ പിടിച്ചു തൂങ്ങിയെങ്കിലും അതിനെ നിലനിർത്താൻ അവർക്ക് സാധിച്ചില്ല ഉസ്താദിന്റെ മുമ്പിൽ. അങ്ങനെ അറബി അല്ലാത്ത ഭാഗത്ത് ഫറളല്ലാത്ത ഭാഗത്ത് അറബി അല്ലാത്ത ഭാഷ ഉപയോഗിച്ചാൽ ലഘുവുൻ ലാ യുഹ്സബു, ഖുതുബയിൽ എണ്ണപ്പെടാത്ത ലഘുവാണ്. ലഘുവെന്ന് പറഞ്ഞാൽ പാഴ്വേല, പൊയ്വാക്ക്, വാചകത്തിലാവുമ്പോൾ പൊയ്വാക്കെന്നും അർത്ഥമില്ലാത്ത വാചകം ഭ്രാന്തന്മാര് സംസാരിക്കുന്നതിനല്ലേ ലഘുവെന്ന് പറയാ. ആർക്കും ഒന്നും പഠിക്കാനില്ലാത്ത വാചകം എന്നാൽ ലഘുവെന്ന് പറഞ്ഞാൽ, ആർക്കും ഒരു പാഠവുമില്ലാത്ത പ്രവൃത്തി എന്നാണ് ലഘുവായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ആ ലഘുവ് ഇബാദത്തിലാകുമ്പോൾ അത് ഹറാമാണ്. അപ്പൊ ലഘുവ് ഹറാമാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് വാദപ്രതിവാദം നടക്കുമ്പോ കൊടിയത്തൂർ ഖാദിയുടെ ഭാഗത്ത് നിന്ന് ഈ ചോദ്യം നടക്കുന്ന സമയത്ത് ഉസ്താദ് സ്റ്റേജിന്റെ പിന്നിൽ ഏതോ കിതാബിന്റെ ഇബാറത്ത് ശ്രദ്ധിക്കുകയാണ്. നേരിടുന്നത് എ പി ഉസ്താദാണ്. അങ്ങനെ സഹീഹുൽ ബുഖാരിന്റെ ഒരു ഹദീസ് ഓതിയിട്ട് കൊടിയത്തൂർ ഖാദി മറുചോദ്യം ചോദിച്ചു. എന്തായിരുന്നു ആ ചോദ്യം? സഹിഹായ ഹദീസിലുണ്ടല്ലോ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഖില്ലുൽ ലഗ്വ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ലഗ്വ് ചുരുക്കുമായിരുന്നു. ലഗ്വ് ചുരുക്കും എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ടാവുന്നല്ലേ, ലഗ്വ് അപൂർവമായ ചെയ്യുള്ളൂ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ മഅസൂമല്ലേ, എപ്പോഴും ചെയ്യുന്നതാണല്ലോ ലഗ്വ്. അത് ഹറാമാകാൻ പറ്റുമോ? അതുകൊണ്ട് ലഗ്വ് ഹറാമല്ല. ഇതെങ്ങനെ ലഗ്വ് ഹറാമാണെന്ന് പറയുക എന്ന് പറയുമ്പോൾ എ പി ഉസ്താദ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ. ഉസ്താദ് ഓടി വന്ന് മൈക്ക വാങ്ങിയിട്ട് പറഞ്ഞു, സെഞ്ചാനോതി പഠിക്കണം മൗലവി, അൽഫി ഓതി പഠിക്കണം കാവ്യാവുന്നതിന്റെ മുമ്പ് എന്ന തമാശയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, അകല്ല യുക്കില്ലു ഇഖ്ലാൽ, അകല്ല യുക്കില്ലു ഇഖ്ലാൽ. ഇഖ്ലാൽ എന്ന മസ്തറിൽ നിന്ന് വരുന്ന അകല്ലക്ക് ചുരുക്കുക എന്നല്ല അർത്ഥം, ഒഴിക്കുക, തറക്ക എന്നാണ്. അഖില്ലില്ലൗമ ആദിലവൽ ഇതാബൻ വഖൂലി ഇൻ അസബതു ലഖദ് അസാബൻ എന്ന് അൽഫിയ മുതൽക്ക് ഓതിപ്പടിച്ചു പോരുന്നില്ലേ. അഖില്ലില്ലൗമ ആക്ഷേപിക്കാതിരിക്കുക എന്ന അർത്ഥം, കുറച്ച് ആക്ഷേപിക്കുക എന്നല്ല. തെറി കുറച്ച് പറ എന്ന് ആരെങ്കിലും പറയുമോ? തെറി പറയല്ലേ എന്നാണ് ആ പറയുന്നത്. അപ്പൊ അഖില്ലി എന്ന് പറഞ്ഞാൽ ഐ ഉത്രുക്കി എന്നാണ്. അതുകൊണ്ട് കാന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഖില്ലുൽ ലഗ്വ എന്ന് പറഞ്ഞാൽ യത്രുക്കുൽ ലഗ്വ എന്നാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത് മൈക്ക കൈമാറി. ഇങ്ങനെയുള്ള കുശാഗ്ര ബുദ്ധി സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് അധികമാർക്കും കഴിഞ്ഞിട്ടില്ലാത്ത, ഏത് അപകടം പിടിച്ച ചോദ്യം ചോദിച്ചാലും അതിന്റെ മുമ്പിൽ പതച്ചു നിൽക്കേണ്ട ഒരു രംഗം ഉസ്താദിന് വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം എ പി ഉസ്താദ് ഒരു അനുസ്മരണ യോഗത്തിൽ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ആ അനുസ്മരണ യോഗത്തിൽ ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ടൊരു പ്രസംഗം നടത്തിയപ്പോ ഞാൻ പറയുന്നത് കേട്ടു. എ പി ഉസ്താദ് മുത്താലിമായിരുന്ന കാലത്ത് പൂനൂര് ഭാഗത്ത് എവിടെയോ ഒരു ഗ്രാമപ്രദേശത്ത് മുജാഹിദ് നേതാക്കളും സുന്നി നേതാക്കളും കൂടി വാദപ്രതിവാദം നടത്തുന്നതിന്റെ വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്നു. അങ്ങനെ വാദപ്രതിവാദത്തിന് വേണ്ടി അല്ല കൂടിയത്, അതിന്റെ വ്യവസ്ഥ തയ്യാറാക്കാൻ ഒരുമിച്ച് കൂടിയതാണ്. ആ വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ അത് തന്നെ ഒരു വാദപ്രതിവാദമായി മാറുകയും 2-3 ദിവസം നിലനിൽക്കുകയും ചെയ്തു. പിന്നെ വാദപ്രതിവാദം വേറെ വേണ്ടി വന്നില്ല. അന്ന് മുത്തഅല്ലിമായിരുന്ന എ പി ഉസ്താദ് പലരും വലിഞ്ഞുകൂടിയ കൂട്ടത്തിൽ അത് കേൾക്കാൻ വേണ്ടി പോയി. കയ്യിൽ ഏതോ ഒരു കിതാബും ഉസ്താദ് കയ്യിൽ വെച്ചിരുന്നു.
അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ കൂടിയ പണ്ഡിതന്മാർക്കായി ഒരു ക്യാമ്പ് നടത്തി ഉസ്താദ് എസമുലേര്. ആ ക്യാമ്പിൽ വെച്ച് വളരെ പഠനാർഹമായ ചില നിർദ്ദേശങ്ങളും പാഠങ്ങളും നടന്ന സംഭവത്തിന്റെ വിലയിരുത്തലുകളുമൊക്കെ നടത്തിയ ശേഷം ചർച്ചയുടെ ഇടക്ക് വെച്ച് AP ഉസ്താദ് അസമൂല്യരോട് ചോദിച്ചു അത്ര. അന്ന് തമ്മിൽ അറിയൊന്നുമില്ല അവര്. എങ്ങനെയാണ് അസമൂല്യരെ വാദപ്രതിവാദത്തിന് വെല്ലുവിളി സ്വീകരിക്കാൻ ധൈര്യം വരിക? ഉസ്താദ് ചോദിച്ചു, എന്താ ധൈര്യത്തിന് പ്രശ്നം? അല്ല, മറുഭാഗം എന്താണ് ചോദിക്കുക എന്ന് ആദ്യം അറിയില്ലല്ലോ, അതാദ്യം നമുക്കറിയില്ലല്ലോ, എന്തും ചോദിച്ചുകൂടെ? അപ്പോ എന്താണ് ചോദിക്കുക എന്നറിയാതെ എങ്ങനെയാണ് നമ്മൾ വാദപ്രതിവാദത്തിന് ധൈര്യം കിട്ടുന്നത് എന്ന് ഉസ്താദ് പറയാൻ ഞാൻ അസമുലരോട് ചോദിച്ചു. ഉസ്താദ് അതിന് മറുപടി പറഞ്ഞത്, ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുർറാ, നിങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സത്യമേ പറയാവൂ. സത്യത്തിന് വേണ്ടി ആയിരിക്കണം നിലകൊള്ളൽ. ഹക്കിന് വേണ്ടിയുള്ളതല്ലാത്ത ഒരു ദുരുദ്ദേശവും നിങ്ങൾക്കില്ലാതിരുന്നാൽ ഏത് പേച്ചാശയക്കാരന്റെയും വെല്ലുവിളി സ്വീകരിച്ചോ. തൗഫീഖിന്റെ ജവാബ് അല്ലാഹു തആല തരും. കാരണം ഹക്ക് ജയിക്കൽ അല്ലാഹ്ക്ക് ആവശ്യമാണ്. ഇത് ഉസ്താദിനോട് മറുപടി പറഞ്ഞു എന്നും. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, പിന്നീടുള്ള എന്റെ ജീവിതാനുഭവങ്ങളിൽ അതെനിക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പൊ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അതാണ്. ഈ വാദഗതികളൊക്കെ വളരെ വളരെ ലളിതമായ ഭാഷയിൽ പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിൽ, ഉസ്താദിന്റെ പ്രത്യേകതകളിൽ അധികവും മുത്തഅല്ലിമീങ്ങൾക്കും ആലിമീങ്ങൾക്കും ഫലം ചെയ്യുന്നതും ഒരു പരിധിവരെ അവർക്ക് മനസ്സിലാവുന്നതും കാര്യങ്ങളാണ്. അപ്പോ ഈ ലഗ്വ് റസൂലുള്ളാഹി തങ്ങൾ ചെയ്യാറുണ്ട് എന്ന് തെറ്റായി മനസ്സിലാക്കുന്ന ആ അർത്ഥത്തെ പോലും മാറ്റിമറിച്ചുകൊണ്ട് ഹദീസിന് അർത്ഥം വെക്കേണ്ടത് കാന യുക്കില്ലുൽ ലഗ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ലഗ്വിനെ ഒഴിക്കുന്ന ആളായിരുന്നു എന്നാണ്. അങ്ങനെ തന്നെ അല്ലേ സുഹൃത്തുക്കളെ വരേണ്ടത്? ഖുർആനിൽ എന്താ പറഞ്ഞത്? മുഅ്മിനീങ്ങളുടെ സ്വഭാവം വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, യഥാർത്ഥ മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങൾ ലഗ്വിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നവരാണെന്നല്ലേ. അപ്പോ കാന യുക്കില്ലുൽ ലഗ്വ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടക്കൊക്കെ ലഗ്വ് ചെയ്യാറുണ്ടെന്ന് പറയുമ്പോ മുഅ്മിനീങ്ങളുടെ സ്വഭാവം ചില സമയത്ത് റസൂലുള്ളാഹിക്ക് ഇല്ലെന്ന് വരില്ലേ? അത് വരാൻ പാടില്ലല്ലോ. ഹക്ക് അങ്ങനെ തന്നെയല്ലേ. അതുകൊണ്ട് കാന യുക്കില്ലുൽ ലഗ്വ എന്ന് പറഞ്ഞാൽ യത്റുക്കു എന്നാണ്. ഇത് ആ ചോദിച്ച സമയത്ത് പറയാൻ കഴിയുക, അത് ഹൃദയത്തിലേക്ക് അത് വരിക എന്ന ആ തൗഫീഖ് വല്ലാത്തൊരു മുവഫക്കായ മനുഷ്യൻ. ഞാൻ ഓർത്തു പോയിട്ടുണ്ട്. പറമ്പക്കടവിലെ ആ തറവാട് വീട്ടിൽ ഉസ്താദ് വഫാത്തായി കിടക്കുമ്പോൾ ആ ജനാസ അവിടുത്തെ വരാന്തയിൽ കിടത്തിയിരിക്കുന്നു. ചെറിയവരും വലിയവരുമായ വലിയ വലിയ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ഒക്കെ വന്നുപോയി. വലിയ ജനത്തിരക്ക്. ആ വീടിന്റെ വലിയ പഴയ ബടാപ്പുറം എന്ന് പറയുന്നൊരു തിണ്ണയുണ്ട്. ആ തിണ്ണക്ക് മുകളിൽ അതാ ഇരിക്കുന്നു രണ്ട് വ്യക്തികൾ. ജനാസ കാണാൻ വന്നിട്ട് അവിടെ ഇരിക്കുകയാണ് ഒരാൾ. മയ്യിത്ത് നിസ്കാരത്തിൽ ചേർന്ന് പങ്കെടുത്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിരിക്കുന്നു. അത് മർഹൂം KK സദഖത്തുള്ള ഉസ്താദായിരുന്നു ഒന്ന്. തൊട്ടടുത്തിരിക്കുന്നു ശംസുൽ ഉലമായി K അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹുമാ, ഒരു കാലത്തെ സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയും. അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഉസ്താദിന്റെ ജനാസ അപ്പുറത്ത് കിടക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സദഖത്തുള്ള ഉസ്താദ് സംഘടനാപരമായി സമസ്തയിലല്ല ആ കാലഘട്ടത്തിലും. മറുഭാഗത്ത് പ്രവർത്തിക്കുന്ന, സമസ്തയുടെ എതിരിൽ പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ പക്ഷത്താണ് സദഖത്തുള്ള ഉസ്താദ് ഉള്ളത്. ശംസുൽ ഉലമ അവിടുത്തെ സ്വന്തം ജ്യേഷ്ഠനാണ്, ഉസ്താദിന്റെ സ്വന്തം ജ്യേഷ്ഠനുമാണ്. ഇവർ രണ്ടുപേരും ആ വീടിന്റെ ബടാപ്പുറത്ത് ഇരുന്നു കൊണ്ട് ആ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൽ പങ്കാളികളായി ഒന്നും തമ്മിൽ സംസാരിക്കാതെ ഇരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉസ്താദിനെ കുറിച്ച്, അസമുലിയാരെ കുറിച്ച് പറയുന്നു. ആ ഇടയിൽ സദഖത്തുള്ള ഉസ്താദ് ശംസുൽ ഉലമയോട് പറയുക, വല്ലാത്തൊരു മുവഫക്കായ ലിസാനാണ് ഹസ്സൻ മുസ്ലിയാരെ ലിസാൻ, വല്ലാത്തൊരു മുവഫക്കായ ലിസാനാണ്. ആ തൗഫീഖിന്റെ എത്ര വാദപ്രതിവാദ സ്റ്റേജുകളിലാണ് സഹോദരന്മാരെ ഉസ്താദിന്റെ തൗഫീഖിന്റെ മറുപടി. ആ മറുപടി
അയിമ്മത്തുകളുടെ ഇബാറത്തിന്റെ യഥാർത്ഥ പൊരുൾ എന്താണെന്ന് പോലും പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഉസ്താദിന്റെ വിശദീകരണം വേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് ഷർത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഷർത്ത് ഇന്നതാണെന്ന് പറഞ്ഞാൽ ഷർത്തില്ലാത്ത ഭാഗം ജായിസാണെന്ന് മനസ്സിലാക്കുന്നത് തെറ്റാണെന്ന് ആലിമീങ്ങൾക്ക് പഠിപ്പിച്ചു. അത് ദർസ് നടത്തുന്ന മുത്താലിമീങ്ങളെ മുമ്പിൽ ബയാൻ ചെയ്യുമ്പോഴേ അത് 100% ഫിറ്റാവും. ഇതുപോലൊരു വേദിയിൽ അതിന്റെ വിശദീകരണം ശരിയല്ല. പക്ഷേ ഉസ്താദിന്റെ ആ അഗാധമായ പാണ്ഡിത്യം അവിടുത്തെ കൂടെ നടക്കുന്ന മുത്താലിമീങ്ങൾക്ക് വളരെയധികം ഫലം ചെയ്തിട്ടുണ്ട്. കൊടിയത്തൂർ കാദിയുമായി ഖുതുബ പരിഭാഷയുടെ വാദപ്രതിവാദം നടക്കുന്ന സമയത്ത് ഈ ഇബാറത്തുകളൊക്കെ എടുത്തപ്പോൾ അതിന്റെ ഒക്കെ മുനയൊടിച്ച് ഷർത്തിന്റെ മാന അദ്ദേഹത്തിന് പഠിപ്പിച്ച് ലായൊന്നുറു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് പഠിപ്പിച്ച് അങ്ങനെ കിതാബ് മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തി കൊടുക്കും പോലെ ആ കൊടിയത്തൂർ കാദിക്ക് അവസാനം വാക്കുകളില്ലാതെ ഉത്തരം മുട്ടുന്ന വിധത്തിൽ ഉസ്താദിന്റെ മറുപടി. അവസാനം കൊടിയത്തൂർ കാദി പിന്നെയും മനസ്സിലാകുന്ന ഭാഷയിലാവണം എന്ന് തന്നെയാണ് ഷാഫി മദ്ഹബിന്റെ ഇമാമുകളൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് വരുത്താൻ വേണ്ടി ഷാഫി മദ്ഹബിന്റെ കിതാബുകളിൽ നിന്ന് മറ്റൊരു ഇബാറത്ത് രംഗത്ത് കൊണ്ടുവന്നു. വകൗനുഹാ മഫ്ഹൂമത്തൻ എന്നൊരു ഇബാറത്തുണ്ട്. ഖുതുബ മഫ്ഹൂമത്തായിരിക്കണം. ഉസ്താദ് പറഞ്ഞു മൗലവി മനസ്സിലാകണമെന്നല്ല അതിനർത്ഥം. അറബി ജനങ്ങൾക്ക് മനസ്സിലാകണം. മുമ്പിലിരിക്കുന്ന ജനങ്ങൾക്ക് അവർ ഏത് ഭാഷക്കാരാണോ അവർക്ക് മനസ്സിലാകണമെന്ന ഭാഷയിലാവണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. കാരണം അറബിയിലായിരിക്കണം എന്ന് പറഞ്ഞ അതേ ഇമാമല്ലേ മഫ്ഹൂമത്താകണം എന്ന് താഴെ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലാകുന്ന അറബി ആവണമെന്നാണ്, മനസ്സിലാകാത്ത അറബി ആവരുത്. അപ്പൊ കൊടിയത്തുരുക്കാതിന്റെ വാദം മനസ്സിലാകുന്ന അറബിയും മനസ്സിലാകാത്ത അറബിയും അങ്ങനെ ഒന്ന് അറബികൾക്കുണ്ടോ? ഉണ്ടോ അസമൂല്യരെ? മനസ്സിലാകുന്ന മലയാളം മനസ്സിലാകാത്ത മലയാളം അങ്ങനെ ഒന്നുണ്ടോ? ഉസ്താദ് പറഞ്ഞു അത് രണ്ടുണ്ട് കാളിയാരെ. അറബികൾക്ക് മനസ്സിലാകുന്ന അറബിയുണ്ട്, മനസ്സിലാകാത്ത അറബിയുണ്ട്. അത് സാഹിത്യ വിഷയത്തിലുള്ള കിതാബുകൾ ഓതിയാൽ മനസ്സിലാവൂലേ? മഫ്ഹൂമത്താകണം, കാടൻ അറബി ആവരുത്. മുന്നിലിരിക്കുന്ന ആളുകളെല്ലാം അറബിയാണെങ്കിൽ അറബികൾക്ക് മനസ്സിലാകുന്ന പ്രയോഗങ്ങളായിരിക്കണം ഈ അറബി ഭാഷയിൽ ഇയാൾ ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത കാടൻ അത് സാഹിത്യ വിജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അതിന്റെ ഉദാഹരണം വരെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? മാലക്കും തക്കും അലാ ജിന്നത്തിൻ ഫഫറൻദിഉ അന്നി എന്ന് അറബിയായ ഒരു കള്ളുകുടിയൻ റോഡിന്റെ ഭാഗത്ത് റോഡരികിൽ വീണ് കടന്നപ്പോൾ തടിച്ചുകൂടിയ ജനങ്ങളോട് ചോദിച്ച കഥ കിതാബിലൊക്കെ ഉണ്ട്. എന്താണ് ആ പറഞ്ഞത് എന്ന് കൂടിയ അറബികൾക്ക് മനസ്സിലായില്ലല്ലോ. ഈ ഉദാഹരണം ഉസ്താദ് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് മനസ്സിലാകാത്ത മലയാളം ഉണ്ട് കാളിയാരെ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് വാദപ്രതിവാദ സ്റ്റേജിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് ഉസ്താദ് പറഞ്ഞെന്താണെന്നറിയോ? കുഞ്ഞായി മുസ്ലിയാരുടെ മകളുമായി ബന്ധപ്പെട്ടൊരു കഥ. കുഞ്ഞായി മുസ്ലിയാരുടെ ചില കൂട്ടുകാര് കുഞ്ഞായി മുസ്ലിയാരെ കാണാൻ വേണ്ടി, കുഞ്ഞായി മുസ്ലിയാരും അങ്ങാട്ടച്ഛനും എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പിന്നെ ഒരു ഐതിഹ്യമല്ല, അതൊരു ചരിത്ര സത്യങ്ങളാണ്. ലോകത്ത് ജീവിച്ചു പോയ ചരിത്ര പുരുഷന്മാരിൽപ്പെട്ട ആളുകളാണ് അവര്. അതിൽ സൂഫിയും അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ എണ്ണപ്പെടുന്ന ആളുമാകുന്നു കുഞ്ഞായി മുസ്ലിയാർ. ആ കുഞ്ഞായി മുസ്ലിയാരുടെ വീട്ടില് ചില അതിഥികൾ ചെന്ന സമയത്ത് കുഞ്ഞായി മുസ്ലിയാർ അവിടെ ഇല്ല. കുഞ്ഞായി മുസ്ലിയാരില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയും ഇല്ല, മകള് സ്വന്തമാവുള്ളത്. ആ സമയത്ത് വന്ന ആളുകളോട് വാപ്പ എവിടെയെന്ന് ചോദിച്ചു. വാപ്പ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. എവിടെ പോയതാന്ന് ചോദിച്ചപ്പോൾ കല്ലിനും മുള്ളിനും വേലി അടക്കാൻ പോയതാന്ന് പറഞ്ഞു. കല്ലിനും മുള്ളിനും വേലി അടക്കാൻ പോയതാണെന്ന് പറഞ്ഞ ഈ മലയാളം ആ വന്നവർക്ക് തിരിഞ്ഞില്ല. എന്താണ് ഈ പെണ്ണ് പറയുന്നത്? കല്ലിനും മുള്ളിനും വേലി കെട്ടാൻ പോയി എന്ന് പറഞ്ഞപ്പോ ഭാഷ മനസ്സിലായില്ല. ഭാഷ മലയാളം തന്നെയാണത്, പക്ഷെ അതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. പിന്നെ ചോദിച്ചു എപ്പോഴാ വരാൻ? അപ്പോ ഈ പെണ്ണ് പറഞ്ഞു വന്നാൽ വരില്ല, വന്നില്ലെങ്കിൽ വരും. വന്നാൽ വരില്ല, വന്നില്ലെങ്കിൽ വരും. ഇത് മലയാളമല്ലേ? അതിന്റെ അർത്ഥവും മനസ്സിലായില്ല. ഈ പെണ്ണിന് എന്താണ്? അവസാനം പെണ്ണെ നിന്റെ ഉമ്മ എവിടെയെന്ന് ചോദിച്ചു. ഉമ്മ എവിടെയെന്ന് ചോദിച്ചതിന് ഈ പെണ്ണിന്റെ മറുപടി ഉമ്മ 6 ഉടുത്തിട്ട് 1 അലക്കാൻ പോയതാന്ന് പറഞ്ഞു. അത് തീരെ മനസ്സിലായില്ല. ഇതെന്താ ഉമ്മാക്കും ഭ്രാന്താണോ?
6 ഒടുക്കുക 1 അലക്കുക എന്ന് പറഞ്ഞാൽ അത് തീരെ മനസ്സിലായില്ല. അവസാനം ഈ വന്ന ആളുകൾ ചോദിച്ചു, മോളെ നിനക്കെന്താ പണിയെന്ന് ചോദിച്ചു. അപ്പോ ഇവര് പറഞ്ഞു, ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ ഉടല് കത്തിച്ച് തല വേവിക്കാണ്. സുബ്ഹാനല്ലാഹ്. ഈ പെണ്ണിന്റെ എന്തെങ്കിലും ഒന്ന് ഈ ഈ ഇരിക്കുന്ന ക്ലാസ് റൂമിലെ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ ഈ പെണ്ണ് പറഞ്ഞത്? ഒക്കെ മലയാളമല്ലേ? കല്ലിന്റെ അർത്ഥം അറിയില്ലേ? മുള്ളിന്റെ അർത്ഥം അറിയില്ലേ? വേലിയുടെ അർത്ഥം അറിയില്ലേ? അത് ഉസ്താദ് പിന്നീട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇത് മനസ്സിലാകാത്ത മലയാളം, മനസ്സിലാകുന്ന മലയാളം ഉണ്ട്. അപ്പൊ വായക്കൂല വക്കൗനുഹ മഫ്ഹൂമത്തൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഖുതുബ ഓതണം. ആ ഖുതുബക്ക് ഉപയോഗിക്കുന്ന അറബി മഫ്ഹൂമത്തായിരിക്കണം എന്ന് പറഞ്ഞാൽ അറബികൾക്കിടയിൽ ഉപയോഗിച്ച് പരിചയമുള്ള ശൈലി അതിനുണ്ടാവണമെന്നാണ്. എന്നല്ലാതെ കാടൻ അറബിയോ അറബികൾക്കും മനസ്സിലാകാത്ത തരത്തിലുള്ള അറബിയോ ആയിക്കൂടാ. ഇതാണ് അതിനർത്ഥമെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഉസ്താദ് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് അസമുലിയാർ. അങ്ങനെ ഈ പുരുഷായുസ് മുഴുവനും ഇങ്ങനെയുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളുമായി വാദപ്രതിവാദ സ്റ്റേജുകളിൽ, കോടതിയിലെ കേസുകളിൽ വക്കീലുമാരെ അമ്പരപ്പിക്കുന്ന മറുപടികളുമായി എത്രയെത്ര പള്ളിക്കേസുകളാണ്, എത്രയെത്ര അസ്തീജുമാ ജമാഅത്തിന്റെ കേസുകളാണ്, മറ്റു കേസുകളാണ് ഉസ്താദ് കൈകാര്യം ചെയ്തത്. ഷൊർണൂരടുത്ത് വെട്ടിക്കാട്ടിരി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി, 2 വയസ്സായ കുട്ടിയാണ്, 2 അതിൽ താഴെയോ വയസ്സുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ വഫാത്തുണ്ടായപ്പോ അഹ്ലു ബൈത്തായ കുട്ടിയാണ്. അപ്പൊ അത് ബീവി തങ്ങന്മാരെ കൂട്ടത്തിലാണ്. വെട്ടിക്കാട്ടിരി എന്ന ആ പള്ളിപ്പറമ്പിൽ ഇന്നും പോയാൽ അതിന്റെ ദർഗ കാണും. അവിടെ മക്ബറയുണ്ട്. കെട്ടിപ്പൊക്കി അത് ജാറമാക്കി ഉയർത്തിയപ്പോ അവിടുത്തെ വിദേഹത്തുകാരായ വഹാബികൾ അതിനെതിരിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി കോടതിയിൽ സമീപിച്ചു കേസ് കൊടുത്തു. പൊതുശ്മശാനത്തിൽ അങ്ങനെ ജാറം കെട്ടാൻ പാടില്ല. അങ്ങനെ ഉസ്താദ് അവിടുത്തെ കേസ് ഏറ്റെടുത്തു. പൊതുശ്മശാനങ്ങളിൽ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. വഖഫാക്കപ്പെട്ട പൊതു മുസ്ലിമീങ്ങളുടെ മയ്യത്ത് വെക്കാനുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് പറയുന്ന ഫുഖഹായിന്റെ നിയമം ശരിയാണ്. പക്ഷേ ആ ഫുഖഹായിന്റെ നിയമം അത് പറഞ്ഞാൽ തന്നെ ഇല്ലാ ഖുബൂറുസ് സാലിഹീൻ, ഇല്ലാ ഖുബൂറുസ് സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ഖബറുകൾ ഒഴികെ എന്നും ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു ഉസ്താദിന്റെ വാദം. ഇത് കോടതിയിൽ അഡ്വക്കേറ്റ് അഹമ്മദ് വക്കീൽ ഉസ്താദിനെ ചോദ്യം ചെയ്യുകയാണ്. ഈ സ്വാലിഹീങ്ങളുടെ ഖബറുകൾ ഒഴികെ, അപ്പൊ സ്വാലിഹീങ്ങളുടെ ഖബർ അങ്ങനെ കെട്ടിപ്പൊക്കാം എന്നാണല്ലോ അർത്ഥമല്ലേ എന്ന് ചോദിക്കേണ്ട ഈ അഹമ്മദ് വക്കീൽ ഉസ്താദിനോട് ചോദിച്ചു, സജ്ജനങ്ങളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കാം എന്നാണല്ലേ? ഉസ്താദ് മറുപടി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനാ പറഞ്ഞത്? ഞാൻ സ്വാലിഹീങ്ങളുടെ ഖബർ എന്നാ പറഞ്ഞത്. അതേ മുസ്ലിയാരെ, സജ്ജനങ്ങളുടെ ഖബർ എന്നല്ലേ അതിന്റെ അർത്ഥം? ഉസ്താദ് പറഞ്ഞു അല്ല. ഉസ്താദിന് അത് മനസ്സിലായി. കാരണം സജ്ജനങ്ങളുടെ ഖബർ എന്നതിന് അർത്ഥം വെച്ചാൽ 2 വയസ്സ് പ്രായമുള്ള ഈ കുട്ടി എന്ത് സുഹൃതമാണ് ചെയ്തത് എന്ന തൊട്ടടുത്ത ചോദ്യം വരും. ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സജ്ജനങ്ങളുടെ ഖബർ എന്നല്ല അവിടെ അർത്ഥം എന്ന് ഉസ്താദ് പറഞ്ഞത്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, മഹാന്മാരുടെ ഖബർ ഒഴികെ എന്നാണ് അതിനർത്ഥം. സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ സുഹൃതം ചെയ്താലും മഹാനാകാം, സുഹൃതം ചെയ്യാതെയും പവിത്രത കൊണ്ട് മഹാനാവാം. അത് അഹ്ലു ബൈത്താണ്. അപ്പൊ സ്വാലിഹീങ്ങളുടെ ഖബർ എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ ഖബർ എന്നാണ്. ഈ കുട്ടി അഹ്ലു ബൈത്തിൽപ്പെട്ടത് കൊണ്ട് മഹാന്മാരിൽ പെടുന്നു. ഇങ്ങനെ കോടതികളിൽ വക്കീലമാരുടെ വാദഗതികളുടെ മുനയൊടിച്ചുകൊണ്ട് വന്ദ്യരായ ഉസ്താദ് നടത്തിയിട്ടുള്ള എത്ര അനുഭവങ്ങളാണ് ഉസ്താദിന്റെ ജീവിതത്തിലുള്ളത്. ഇങ്ങനത്തെ സേവനങ്ങൾ കേരളക്കരയിലെ സുന്നികൾക്ക് ചെയ്തതാണ് ഇന്ന് നമ്മുടെ മഹല്ലുകളിൽ കാണുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സ്വന്തം എന്ന പേരിൽ പറയാൻ പറ്റുന്ന ഈ എല്ലാ സാഹചര്യങ്ങളും. ഒരു പെണ്ണും പള്ളിക്ക് വരാതെ അറബിയിൽ മാത്രം ഖുതുബ ഓതിക്കൊണ്ടുള്ള ആ ഒരു അന്തരീക്ഷം
കേരളത്തിലെ അടിസ്ഥാന മഹല്ലുകൾ ഇനി നോക്കിയാൽ കിട്ടില്ല എന്ന് തീരുമാനമെടുത്ത് പിന്തിരിഞ്ഞു പോയി നമുക്കൊറ്റയ്ക്ക് വേറെ പള്ളി കയറ്റാമെന്ന തീരുമാനത്തിലേക്ക് മുജാഹിദീങ്ങളും ജമാഅത്തുകാരും തിരിഞ്ഞുപോയി. ഇപ്പൊ നമ്മുടെ മഹല്ലുകളിൽ കുഴപ്പമുണ്ടാക്കാൻ അവർ വരാറില്ല. അതിന് കാരണം ഈ 30 കൊല്ലത്തെ പടയോട്ടത്തിന്റെ വ്യക്തമായ ഫലമാണ്. ഒന്നുകൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഉസ്താദിന്റെ വിയോഗത്തിന് ശേഷം, ഉസ്താദ് ഇല്ലാതായ കാലഘട്ടത്തിന് ശേഷമാണ് സുന്നികളുടേത് തന്നെയായ നമ്മുടെ ഏതാനും പള്ളികളിലൊക്കെ തറപ്രസംഗം എന്ന ഈ സംവിധാനം തിരിച്ചു വന്നിട്ടുള്ളത്. ഉസ്താദുള്ള കാലത്ത് ഈ തറപ്രസംഗമൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ, അന്ന് വ്യാപകമായത് തുടങ്ങിയിരുന്നെങ്കിൽ ഖുത്ബ പരിഭാഷക്കെതിരിൽ നടത്തിയ അതേ പടയോട്ടത്തിലൂടെ ഈ തറപ്രസംഗങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമായിരുന്നു അന്നരായ ഉസ്താദ്. എന്നെ സംബന്ധിച്ചതിൽ യാതൊരു സംശയവും എനിക്കില്ല. അതുകൊണ്ട് ഉസ്താദിനെ നാം മാതൃകയാക്കേണ്ട, സുന്നി പ്രവർത്തകർ മാതൃകയാക്കേണ്ടത് ആദർശ പഠനത്തിലാണ്. ഉസ്താദ് ഏതൊരു ആദർശം പ്രചരിപ്പിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും അത് എങ്ങനെ പ്രയോഗവൽക്കരിക്കണം സമൂഹത്തിൽ എന്നതിനുമാണ് ഉസ്താദ് ജീവിച്ചത്. ഉസ്താദിനെ സ്നേഹിക്കുന്ന നമ്മളൊക്കെ ആദർശ പഠനം സജീവമാക്കണം. SGB ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അത് തന്നെയാണ്. നല്ല ചർച്ചകൾ. ഇപ്പൊ ഇന്നലെ നല്ല ഒരു ചർച്ച, അബു ഫായിസ് എന്ന് പറഞ്ഞ ഒരാള് അവസാനം കുടിക്കാനും കൂടി വെള്ളം കിട്ടാതെ അയാൾ പോയത്. അറിവിന്റെ കാര്യത്തിൽ പറഞ്ഞില്ല. ഞാനത് അവസാന ഭാഗമാണെങ്കിലും കുറെയൊക്കെ ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ SGBയുടെ പ്രവർത്തകരായ റഷീദ് കല്ലേരിയും അതുപോലെ പിന്നെ ജലീൽ ചോക്കാടും ഒക്കെ അദ്ദേഹത്തെ ശരിക്ക് കുളിപ്പിച്ച് കടത്തിയാണ്ടാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. ഇന്നും വരുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. വന്നോട്ട് നല്ല മാന്യമായ ശൈലിയിൽ അത്തരം തെറ്റിദ്ധരിച്ച ആളുകളൊക്കെ ചർച്ച ചെയ്തിട്ട് ആദർശം പഠിപ്പിക്കാൻ, ഇനി അവർ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ നമ്മുടെ ആദർശം ഇങ്ങനെയാണെന്ന് പറയാൻ നമുക്കറിയണമല്ലോ. നമ്മളത് പഠിച്ചിരിക്കണമല്ലോ. നമ്മൾ ആരെയും ഓടിയപ്പോൾ ഞാനും ഓടി എന്ന് പറയാൻ പറ്റുമോ? അയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനും പറഞ്ഞതാണ് അല്ല. നമുക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ ആദർശത്തിൽ നമ്മൾ നിൽക്കുന്നത്. അസമൂല്യരോടുള്ള കടപ്പാട് അങ്ങനെയാണ് തീർക്കേണ്ടത്. മുഴുവൻ സുന്നികൾക്കും ആദർശം പഠിപ്പിക്കാൻ. അങ്ങനെ ഉസ്താദിനെ മനസ്സിലാക്കുക. ഉസ്താദ് ഒരു കാര്യം പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നേരത്തെ പറഞ്ഞത് പിന്നീട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പലതും പറയാൻ എനിക്ക് പ്രയാസമുള്ള കുറെ കാര്യങ്ങൾ, ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ പ്രയാസമില്ലാത്ത ധാരാളം കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഉസ്താദ് ആദ്യമൊക്കെ അറച്ചു നിന്നത് പിന്നീട് തിരുത്തിയിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനത്തെ രംഗം ഞാൻ പലപ്പോഴും അത് അനുസ്മരിക്കാറുണ്ട്. ഉസ്താദിന്റെ കാഴ്ചപ്പാട്. ഞങ്ങളൊക്കെ പാലക്കാട് ജന്നത്തുൽ ഉലൂമിൽ പഠിക്കുന്ന കാലത്ത് SSFനെ സമ്മതിക്കുമായിരുന്നില്ല. 73 പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ വെച്ച് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന SSFന്റെ സംഘടന രൂപീകരിച്ചപ്പോൾ ഉസ്താദ് അതിനെ സമ്മതിക്കാതെ, തന്റെ മുത്തഅല്ലിമീങ്ങളെ അതിലേക്ക് അടുക്കാൻ പോലും അനുവദിക്കാതെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. മുത്തഅല്ലിമീങ്ങൾ നോട്ടീസ് ഒട്ടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും അങ്ങനെ പോകേണ്ട അവസ്ഥ എത്തിയോ ഇല്ലേ എന്ന് പഠിക്കാൻ ഉസ്താദ് മാറി നിന്നു. ഞങ്ങളോട് അന്നൊക്കെ പറയും, SSF എന്ന് പറഞ്ഞാൽ സകലത്തിനെയും സ്വീപ്പാക്കുന്ന ഫെഡറേഷൻ. അതാണ് ആ 3 അക്ഷരങ്ങളുടെ വിശദീകരണം എന്ന് എത്രയോ തവണ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് അനുവദിച്ചിരുന്നില്ല. എന്നിട്ടോ ആ ഉസ്താദ് നിർബന്ധം പിടിച്ച് ഞങ്ങളെ കൊണ്ട് SSF ഉണ്ടാക്കിപ്പിച്ചു. പാലക്കാട് ജില്ലാ കമ്മിറ്റി. പാലക്കാട് ജില്ലയിൽ SSF ആദ്യം രൂപീകരിച്ചത് ജന്നത്തുൽ ഉലൂം അറബി കോളേജിലെ കുട്ടികളായ ഞങ്ങളാണ്. അന്ന് മലപ്പുറം ജില്ലക്കാരനായിട്ട് പോലും പാലക്കാട് ജില്ലാ SSFന്റെ ആദ്യ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റാണ് വിനീതനായ ഞാൻ. എനിക്കത്ര ഓർമ്മയുണ്ട്. എന്താ കാരണം? ആ ഇടക്കാലത്ത് SSFന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് AK ഇസ്മായിൽ വഫ സാഹിബ് എത്തി. ഇസ്മായിൽ വഫ സാഹിബ് ഇതുപോലെ കേരളത്തിലെ ഭൗതിക കലാലയങ്ങളിലൂടെ ഓടി നടന്ന് അസമോലിയാരുടെ സുന്നത്തമാത്ത് ഉൾക്കൊണ്ട ആളായ AK ഇസ്മായിൽ വഫ. ആ ഇസ്മായിൽ വഫ സാഹിബ്, അന്നത്തെ ചെറുപ്പക്കാരനായ വിദ്യാർത്ഥിയായിരുന്ന ഇസ്മായിൽ വഫ സാഹിബ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഓടി നടന്ന് ഭൗതിക കലാലയങ്ങളിലെ വിദ്യാർത്ഥികളെ പള്ളി ദർസിലെ വിദ്യാർത്ഥികളോടൊപ്പം കൂട്ടിയിരുത്തി അങ്ങനെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഓടി നടന്ന് ആദർശ പ്രചരണവും യഥാർത്ഥ ദീൻ സുന്നികൾ മാത്രമാണെന്ന ഭൗതിക അഭ്യസ്ത വിദ്യർക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹത്തിന്റെ വേദികളിൽ ചിലത് ഉസ്താദ് കൂടി ഉള്ള വേദികളായി മാറിയപ്പോൾ ഞങ്ങളോട് വന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ഇപ്പോൾ SSF ലൈനിലാണ്. AK ഇസ്മായിൽ വഫക്ക് സുന്നിയുടെ മാദ്ദയുണ്ട്,
സുന്നിയിൽ നിന്നൊരിക്കലും അദ്ദേഹം പതറുകയില്ല. അതുകൊണ്ട് ആ സംഘടനയിൽ നിങ്ങൾ അണിനിരക്കണം എന്ന് നിർദ്ദേശിച്ചതിന്റെ ഫലമാണ് ആദ്യത്തെ പാലക്കാട് ജില്ലാ SSF. ഇവിടെ ഉസ്താദിന്റെ ലക്ഷ്യം സുന്നത്തി ജമാഅത്ത് എന്ന ആദർശം മാത്രമാണ്. അന്ന് കൂടെ ഉണ്ടായിരുന്ന എല്ലാ മുത്തഅല്ലിമീങ്ങൾക്കും അതറിയാം. അങ്ങനെ ഉസ്താദ് നേരത്തെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് വളരെ വലിയൊരു അനുഭവം. മറ്റൊരു കാര്യത്തിൽ ഞാൻ പറയാം, ഉസ്താദിന്റെ ഒരു പ്രവചനം. കാസർഗോഡ് ദർസിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്താണ് അൽ മുബാറക്ക് എന്ന പത്രത്തിന്റെ പ്രചരണം വരുന്നത്. അൽ മുബാറക്ക് എന്നൊരു പുതിയ പത്രം സുന്നി പ്രസിദ്ധീകരണ രംഗത്തൊരു വഴിത്തിരിവായിക്കൊണ്ട് അൽ മുബാറക്ക് എന്ന പത്രം വരുന്നു. 8 മാസങ്ങൾക്ക് മുമ്പ് അതിന്റെ പ്രീ പബ്ലിക്കേഷൻ പ്രചരണം തുടങ്ങി. കാസർഗോഡ് ഭാഗത്ത് അസമൂലേറെ കുട്ടികളായി ഞാനുൾപ്പെടെയുള്ള കുറെ വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലക്കാരുണ്ടായിരുന്നതുകൊണ്ട് അന്ന് യുവ പണ്ഡിതന്മാരും സുന്നത്ത് ജമാഅത്തിന്റെ പടക്കുതിരകളുമൊക്കെ ആയി നടന്നിരുന്ന മുസ്തഫൽ ഫൈസിയും റഹ്മാൻ ഫൈസിയും ഒക്കെ നടത്തുന്ന ഈ അൽ മുബാറക്ക് എന്ന വരാൻ പോകുന്ന പത്രത്തിന്റെ കാസർഗോഡ് ജില്ലയിൽ പ്രചരണം നടത്താൻ ഞങ്ങളെ ദർസുമായി മാലിക് ദിനാർ പള്ളിയിൽ അവർ വന്ന് ബന്ധപ്പെടുത്തി. അങ്ങനെ അല്ലൈനിലുള്ള PPA കുട്ടി ദാരിമി മമ്പുറം, അതുപോലെ PSK ദാരിമി എടയൂർ, ഇപ്പൊ വെങ്ങാട് മുദരിസ്, അദ്ദേഹമൊക്കെ ഉൾക്കൊള്ളുന്ന ഞങ്ങൾ ഉസ്താദിന്റെ സമ്മതം ചോദിച്ചു. അൽ മുബാറക്കിന് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചകളും കാസർഗോഡിന്റെ വിവിധ പള്ളികളിൽ പോയി വയല് പറഞ്ഞ് ആ പ്രസിദ്ധീകരണത്തിലേക്ക് വരിക്കാരെ ചേർക്കാൻ, പ്രീ പബ്ലിക്കേഷൻ വരിക്കാരെ, വാർഷിക വരിക്കാരെ ചേർപ്പിക്കാൻ സമ്മതം ചോദിച്ചിട്ട് ഉസ്താദ് സമ്മതിച്ചില്ല. അത് പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? ഉസ്താദ് അന്നേ പറഞ്ഞു, എടാ അവൻ കിബിറനാണ്, അവൻ എന്ന് സൂചിപ്പിച്ചത് ആദ്യമൊക്കെ പേര് പറഞ്ഞില്ല. പിന്നെ ഉസ്താദ് പേര് പറഞ്ഞു, മുസ്തഫ കിബിറനാണ് അവൻ. നിങ്ങളൊക്കെ കാശ് വാങ്ങിയിട്ട് നിങ്ങളെയൊക്കെ പറ്റിച്ച് ആ കാശുകൊണ്ടൊക്കെ പുട്ടില് പഞ്ചാരടുന്ന ഉസ്താദ് പറഞ്ഞ്. പുട്ടില് പഞ്ചാരട്ടാല് നിങ്ങൾക്ക് കാശ് തന്ന ആള് നിങ്ങളെ വന്ന് ഗരാവോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നാട്ടുകാരടുത്തൊന്നും അടി കിട്ടും, ഇന്റെ അടുത്തൊന്നും അടി കിട്ടും. അതുകൊണ്ട് അതിന് പോണ്ട ഞങ്ങളോട് പറഞ്ഞ ആളെ ഉസ്താദ്. പക്ഷെ അതൊക്കെ പറയുമ്പോ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ അന്ന് കഴിയില്ലായിരുന്നു. കാരണം അത്ര നല്ല പ്രഭാഷണങ്ങളിലൂടെ മുസ്ലിം കേരളത്തിന്റെ മനം കവർന്ന പ്രഭാഷകരായിരുന്നു റഹ്മാൻ ഫൈസിയും മുസ്തഫൽ ഫൈസിയും ഒക്കെ കാലത്ത്. അവർ നടത്തുന്ന ഒരു പുതിയ സംരംഭമായ അൽ മുബാറക്ക് എന്ന പത്രം, ആ പത്രത്തെ വരാൻ പോകുന്ന പത്രത്തെക്കുറിച്ച് അതെങ്ങനെയെന്ന് പോലും അറിഞ്ഞിട്ടില്ലാത്ത ഉസ്താദ് എന്തിനാണ് ഇങ്ങനെയൊക്കെ എതിരഭിപ്രായം പറഞ്ഞ് വഴിമുടക്കുണ്ടാക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഞങ്ങൾ അന്നൊക്കെ ചിന്തിച്ചത്. എന്നിട്ടോ എന്റെ സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധയോടെ ഈ കാര്യം കേൾക്കുമെന്ന താല്പര്യത്തിൽ ഞാൻ പറയാണ്. ഈ ആവശ്യവുമായി പിന്നെയും ഞങ്ങൾ ഉസ്താദിനെ സമീപിച്ചു ആ സമ്മതം ഒന്ന് കിട്ടാൻ വേണ്ടി. ഉസ്താദ് പറഞ്ഞു, അത് ശരിയല്ല, അവർ പറ്റിക്കും, അവൻ കിബിറനാണ്, ആ കിബിറ് ആഴമില്ല, ആഴം എത്രയെന്നറിയാത്ത കിബിറിന്റെ അത്ര വലിയ കട്ടിയാണെന്ന രീതിയിൽ ഉസ്താദ് ഞങ്ങൾ സംസാരിച്ചു. അവസാനം ഞങ്ങൾ എല്ലാവരും കൂടി വീണ്ടും സമ്മർദ്ദം ചെലുത്തിയപ്പോ ഉസ്താദിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. മുത്തഅല്ലിമീങ്ങൾക്ക് ചങ്ങാതിയോട് ഇടപഴകും പോലെ ഉസ്താദിനോട് ഇടപഴകാം. മുത്തഅല്ലിമീങ്ങളോട് ചങ്ങാതിമാരോട് ഇടപഴകും പോലെ ഉസ്താദ് ഇങ്ങോട്ട് ഇടപഴകും. അതിന് വേറെ ധാരാളം അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾ പിന്നെയും അത് ശരിയല്ല, പറ്റൂല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ പോലെ അല്ല ഫൈസിമാർ, അവരൊക്കെ നിങ്ങളൊക്കെ പ്രസംഗത്തെ മറികടക്കുന്ന പ്രസംഗമായതുകൊണ്ട് സഹിക്കാൻ പറ്റേറ്റല്ലേ എന്ന് വരെ ഉസ്താദിനോട് ഞങ്ങൾ പറഞ്ഞിട്ട്, ശരി അടി കിട്ടിയാൽ ഞാൻ ആളാവൂല, നിങ്ങൾ എന്നാ ചെയ്യണമെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ട് അന്നത്തെ ആ ദർസിലെ വിദ്യാർത്ഥികളായ ഞങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഒരുപാട് വരിക്കാരെ ചേർപ്പിച്ച് അൽ മുബാറക്കിന് കാശുണ്ടാക്കി കൊടുത്തത്. എന്നിട്ട് ഉസ്താദ് ചോദിക്കും, 8 മാസം സമയമുണ്ട് അൽ മുബാറക്ക് ഇറങ്ങാൻ. 4 മാസമായപ്പോഴേക്ക് ഉസ്താദ് ചോദിക്കാൻ തുടങ്ങി, എവിടെയാടാ നിങ്ങൾ അൽ മുബാറക്ക് വന്നോ? ഞങ്ങൾ പറയോ അതിന് സമയമായില്ലല്ലോ. ഉസ്താദ് പറയോ സമയമാവൂലടോ, അതിഞ്ഞ് വരൂല, ആ കാശ് കഴിഞ്ഞിട്ടുണ്ടാവും. 6 മാസമായപ്പോ വീണ്ടും ചോദിച്ച് ഓരോ ആഴ്ചയിലും ചോദിക്കും, എവിടെ അൽ മുബാറക്ക്? ഞങ്ങൾ പറഞ്ഞു സമയമാവുമ്പോ അങ്ങ് കാണിച്ചു തരും. അങ്ങനെ സമയമായി. കൃത്യസമയത്ത് അൽ മുബാറക്ക് പത്രം വന്നു. നല്ല ലേഖനങ്ങൾ. അതുവരെ സുന്നികൾ നടത്തിയിരുന്ന ഒരൊറ്റ ലേഖനത്തിലും കണ്ടിട്ടില്ലാത്ത അത്ര വലിയ സാഹിത്യ മുന്നേറ്റമുള്ള ലേഖനങ്ങൾ, പിന്നെയും വായിക്കാൻ തോന്നുന്ന നല്ല ലേഖനങ്ങൾ.
ആ അൽ മുബാറക്ക് സുന്നി സാഹിത്യരംഗത്തെ ധന്യമാക്കിയ അതിന്റെ ഒന്നാമത്തെ കോപ്പി വന്നു. ഞങ്ങൾ ഉസ്താദിനോട് പറഞ്ഞില്ല. കോപ്പി വന്നിട്ട് 4-5 ദിവസമായിട്ടുണ്ട്. ഉസ്താദ് ചോദിക്കാൻ മറന്നതായിരിക്കും. സമയം മൂപ്പർക്ക് അത് മനസ്സിലുണ്ടാവൂലല്ലോ. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഉസ്താദ് ഒരു ദിവസം വന്നിട്ട് എവിടെയാടാ നിങ്ങൾ അൽ മുബാറക്ക് എത്തിയോ എന്ന് ചോദിച്ചു. എത്തിയെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ക്ലാസ്സിൽ നിന്ന് എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അമ്പരപ്പോടെ എത്തിയോ, അത് എത്താൻ സാധ്യതയില്ലല്ലോ, ഖിയാമത്ത് നാളാവോലോ എന്നാല് എന്നൊക്കെ പറഞ്ഞെങ്കിലും നേര് പറ എത്തിയോന്ന് ചോദിച്ചു. എത്തിയെന്ന് പറഞ്ഞു. എന്നാ കൊണ്ടുപോവാ കാണട്ടെ എന്ന് പറഞ്ഞ അൽ മുബാറക്ക് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുകൊടുത്തു. PSK ദാരിമി എന്ന വിദ്യാർത്ഥിയാണ് അന്ന് അത് കൊണ്ടു കൊടുത്തത്. അന്നാൾ ദാരിമി അല്ല, അന്നാൾ ഒന്ന് ചെറിയ മുത്താലിമാണ്. ഓടിപ്പോയിട്ട് അൽ മുബാറക്ക് എടുത്തിട്ട് അദ്ദേഹം ഉസ്താദിന്റെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തു. ഉസ്താദ് 2 കൈ കൊണ്ട് അതങ്ങോട്ട് വാങ്ങിയ പാട് ഒറ്റ നോട്ടം, എന്നിട്ട് ചെച്ചേ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വലിച്ചെറിയലാണ്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞ ഭാഷ ഇപ്പൊ പുയ്ത്തേ കൂടെ നായ മറക്കിയിരുന്നു എന്നാണ്. മറക്കിരുന്നു എന്നല്ല പറഞ്ഞത്, അതിന്റെ പച്ച മലയാള പറഞ്ഞത്. പുയ്ത്തേ കൂടെ നായ മറക്കിരുന്നു. എന്താ ഉസ്താദെ പറയുന്നത് ഞങ്ങൾ ചോദിച്ചു. ഉസ്താദിന്റെ കണ്ണുമുഖം ആകെ വിവർണമായി. ഉസ്താദിന് ദേഷ്യം പിടിച്ചാൽ കണ്ണ് പെട്ടെന്ന് ചുവപ്പ് കളറാവും, മുഖം വിവർണമാകും. ഉസ്താദ് പറഞ്ഞു, എടാ എത്ര ദിവസമായി ഇത് വന്നിട്ട്? 4-5 ദിവസമായല്ലേ? നിങ്ങളെ മുഖത്ത് കണ്ണില്ലടാ, കൽബിനൊരു കണ്ണ് വേണം. ഞാൻ എന്നേ പറയുന്നുണ്ട് ഈ സാധനം. എന്താ ഉസ്താദ് നിങ്ങൾ ഇത്തിരി വരി വായിക്കും, എന്നിട്ട് പറ. എനിക്കൊരൊറ്റ വരിയും വായിക്കണ്ട, അത് കണ്ടപ്പോ മനസ്സിലായി പുയ്ത്തേ കൂടെ നായ മറക്കിരുന്നിക്കണെന്ന് പറഞ്ഞു. ഒരുപാട് നേരം ഞങ്ങളെയൊക്കെ ശകാരിച്ച ശേഷം ഉസ്താദ് പറയാണ്. ഇനി ഞാൻ പറയുന്നത് ഉസ്താദിന്റെ ശൈലിയിലാണ്. ഉസ്താദ് പറയാൻ, എടാ 8 മാസം മുമ്പ് അൽ മുബാറക്ക് എന്ന നല്ലൊരു നാമത്തിൽ ഒരു പുതിയ പത്രം വരുന്നു എന്ന് കൊട്ടിഘോഷിച്ച് ആ പത്രം മാസങ്ങളോളം കാത്തിരുന്നിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ പത്രത്തിന്റെ വരിക്കാർക്ക് അതിന്റെ ആദ്യത്തെ കോപ്പി, ഉസ്താദിന്റെ ശൈലിയാട്ടോ, ആദ്യത്തെ കോപ്പി ആദ്യം കയ്യിൽ കിട്ടുമ്പോൾ ആദ്യത്തെ പേജിൽ ആദ്യത്തെ വരിയിൽ ആദ്യം വായിക്കുന്ന വാക്ക് എന്താണല്ലോ, ഇതാ ചോദിച്ചത് ഉസ്താദ്. അപ്പോഴാണ് ഞങ്ങൾ നോക്കുന്നത്, ആ ലൈനിൽ ചിന്തിക്കുന്നത് എന്താണ്. അൽ മുബാറക്കിന്റെ ഒന്നാമത്തെ പതിപ്പ് ഓർമ്മയുള്ളവർ ശ്രദ്ധിച്ചോളൂ. അതിൽ ഒന്നാമത്തെ പേജിലെ ഒന്നാമത്തെ ലേഖനത്തിന്റെ ഒന്നാമത്തെ ഹെഡിങ്ങിന്റെ ആദ്യത്തെ വാക്ക് ഭൗതികതയെ അതിജയിച്ച ഇസ്ലാം എന്നാണ്. നല്ല ലേഖനമാണ്, നല്ല ആശയങ്ങളുള്ള ലേഖനമാണ്, അർത്ഥവത്തായ ലേഖനമാണ്. ഭൗതിക, ഉസ്താദ് പറയുന്ന അതാണ്. ഭൗതികം എന്ന വാക്ക് കൊണ്ട് തുടങ്ങുന്നു, ഇസ്ലാം എന്ന വാക്ക് അവസാനം പോയിരിക്കുന്നു. എടാ, ആ ഇസ്ലാം തലക്കൽ വന്ന് ഭൗതികം എന്ന വാക്ക് നടുക്കോ അവസാനമോ പോയിരുന്നെങ്കിൽ ലക്ഷണം ഒത്ത പത്രമാകുമായിരുന്നു. ഇതുകൊണ്ട് ലക്ഷണം കെട്ടുപോയി. ഭൗതികതയുടെ പേരിൽ ആ സാധനം തകർന്നടിയുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് ഒന്നാമത്തെ കോപ്പി ഇറങ്ങിയ അന്ന് ഞങ്ങളെ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞതാണ്. ഞാൻ ഈ സംഭവങ്ങളൊക്കെ പിന്നീട് അൽ മുബാറക്കും മുസ്തഫൽ ഫൈസിയുമൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയിൽ കീറാമുട്ടിയായി തുടർന്നിരുന്ന കാലഘട്ടത്തിൽ തിരൂരിന്റെ അൽ മുബാറക് ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്ത ഒരു സുന്നി കൺവെൻഷനിൽ മുസ്തഫൽ ഫൈസിയെ ഇരുത്തിക്കൊണ്ട് ഞാൻ, ഈ വിനീതനായ ഞാൻ, അസമൂലിയാർ ഞങ്ങളെ ഉസ്താദ് ക്ലാസ്സിൽ വെച്ച് ഒന്നാം കോപ്പി ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ഈ സത്യങ്ങളൊക്കെ ഫൈസി, ആ വാക്ക് പുലരുന്ന രൂപത്തിലേക്ക് നിങ്ങൾ ഈ പത്രം കൊണ്ടുപോകരുത് എന്ന് വരെ ഫൈസിയെ ഇരുത്തി വിനീതനായി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഫൈസിക്ക് അതറിയാം, അസമൂലിയർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. എത്ര കൊല്ലം സുന്നികൾക്ക് കിട്ടാതെ ഉറക്കു വരുമായിരുന്നില്ല ഓരോ ആഴ്ചയും അൽ മുബാറക്ക്. അങ്ങനെ നിലനിന്ന ആ പത്രത്തെക്കുറിച്ച് ഒന്നാം കോപ്പി കണ്ടിട്ട് അതിന്റെ വരിയിൽ നിന്നു മാത്രം ലക്ഷണം വായിച്ച ഉസ്താദിന്റെ വാചകം, എന്റെ സുന്നി പ്രവർത്തകരെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഉസ്താദ് വഫാത്തായിട്ടാണ്, 30-ലധികം കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കത് ബോധ്യപ്പെട്ടില്ലേ. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളിൽ ഉസ്താദ് പ്രവചനം നടത്തിയിട്ടുണ്ടോ ആ പ്രവചനങ്ങളൊക്കെയും പുലർന്നിട്ടുള്ളതാണ്. ഉസ്താദ് ദീനിനു വേണ്ടി അല്ലാതെ ഒന്നും പ്രവചിച്ചിട്ടില്ല, എന്തെങ്കിലും ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവചിച്ചതല്ല അത്. അങ്ങനെയുള്ള വന്നരായ ഉസ്താദിന്റെ ആ നല്ല ഓർമ്മകൾ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുത്തും പഠിപ്പിച്ചു കൊടുത്തും സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ
വളരെ വ്യക്തമായി ഉസ്താദിന്റെ കാഴ്ചപ്പാടുകൾ ഓരോ വിവാദ വിഷയത്തിലും ഇങ്ങനെയായിരുന്നു, അവിടെ അസമ്മൂലിയാർ ഇന്നതായിരുന്നു പറഞ്ഞിരുന്നത്, അവിടെ അസമ്മൂലിയാർ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നതറിയാൻ കേരളത്തിലെ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് ആകാംക്ഷയായിരുന്നു. കാരണം അസമ്മൂലിയാരേക്കൊന്ന് കിട്ടുന്നത് വേറെ മൂല്യരേക്കൊന്ന് കിട്ടൂല. അങ്ങനത്തെ മറുപടികളാണ് ഉസ്താദിന്റെ അടുത്ത് നിന്ന് കിട്ടുക. അപ്പൊ ആ ആശയങ്ങളൊക്കെ അറിയുന്നവർ സമൂഹത്തിൽ ഇന്നുണ്ട്. പൊന്മള ഉസ്താദിനെ പോലെയുള്ള ആളുകൾ അവരെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ആദർശ പഠനത്തിൽ നമ്മൾ വളരെയധികം സജീവമാകണം എന്നുകൂടി ഈ വൈകിയ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ പലരും ഇനിയും ഉസ്താദിനെ കുറിച്ച് നേരിട്ടോ അല്ലാതെയോ ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായ വഴിക്കോ ഒക്കെ ഉസ്താദിനെ കുറിച്ച് പറയാൻ കഴിയുന്നവർ ഞാൻ എനിക്കറിയുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തൊരു സുഖാന്നറിയോ? ഉസ്താദ് കടല വാങ്ങിത്തരും. ഉസ്താദിന് വയലിന് കാശ് കിട്ടിയാൽ ആ കിട്ടിയ കാശ് അധികം കുട്ടികളായ മുത്താലിമീക്കുള്ളതാണ്. ഉസ്താദിന്റെ വസ്ത്രം ധരിക്കാത്ത, ഉസ്താദ് വാങ്ങിത്തന്ന ചെരുപ്പ് ധരിക്കാത്ത കുട്ടികൾ കുറവായിരിക്കും. ഉസ്താദിനോട് എന്തും ചോദിക്കാം, ചങ്ങാതിമാരെ പോലെ പെരുമാറാം. എന്നാൽ ഉസ്താദ് വലിയ അത്ര പേടിയുള്ളൊരു മനുഷ്യൻ. സമസ്ത മുഷാവറയിൽ പോലും അസമ്മൂലിയാർക്ക് ഹാലിളകിയാൽ മറ്റെല്ലാ ഉലയന്മാർക്കും പേടിയാണ്. ശംസുലുലമക്ക് വരെ ഉസ്താദിനെ പേടിയാണ് ചില കാര്യങ്ങളിലൊക്കെ. അത് ആ കാലത്തെ മൗലിയന്മാർ പറയും. ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു, ഉസ്താദിന് ആയുസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ശംസുലുലമയെ രാഷ്ട്രീയ ലോബിക്ക് പിടിക്കാൻ കഴിയുമായിരുന്നില്ല. സംഘടനയെ അത്ര ഭദ്രമായി നിലനിർത്താൻ വേണ്ടതൊക്കെ ചെയ്യുന്ന ആളായിരുന്നു ഒന്നരായ ഉസ്താദ്. നിങ്ങൾ വിചാരിച്ചോ സംഘടനയിലുണ്ടായ ഈ പിളർപ്പ് നദവി സാഹിബിന്റെ ഒപ്പം മൂപ്പര് ഇരുന്നതുകൊണ്ട് ഉണ്ടായതാ? അങ്ങനൊന്നും അല്ല. അതൊക്കെ പിളർപ്പ് വെളിച്ചത്ത് വരുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ ഉണ്ട്. അതൊന്നും രംഗത്തേക്ക് വരാതെ തടയിടുന്നതിൽ ഉസ്താദൊക്കെ വഹിച്ച പങ്കെത്രയാണെന്നറിയോ? ഒരുപാട് കഥകൾ നമുക്ക് ആവശ്യത്തിൽ പറയാൻ പറ്റും. രാഷ്ട്രീയ ലോബിയുടെ കളി, ആ രാഷ്ട്രീയക്കാരുടെ ലോബിയുടെ കളിക്കൊത്ത് ചില ആലിമീങ്ങൾ നിൽക്കാൻ നിർബന്ധിതരായതുകൊണ്ടുണ്ടായ ആ വേർപാട് ഒരർത്ഥത്തിൽ ഇന്നലെ പറഞ്ഞ പോലെ ഒരർത്ഥത്തിൽ അതൊരു പക്ഷെ നന്മയായിരിക്കാം. സുന്നത്തി ജമാഅത്തിനും ആദർശനും നന്നായിട്ടുണ്ടാകും. ഒരുപാട് വളരാനും പുരോഗമിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എന്തോ ആവട്ടെ, ഏതായിരുന്നാലും ആ ഉസ്താദിന്റെ സാന്നിധ്യം എല്ലാവർക്കും ഒരു വ്യത്യസ്ത രൂപം തന്നെയാണ്. സമസ്ത മുഷാവറയിലും വ്യത്യസ്ത അവസ്ഥ തന്നെയായിരുന്നു ഉസ്താദിന്റെ സാന്നിധ്യം. ദർസുകളിലും മുത്തഅല്ലിമീങ്ങളുടെ ഇടപഴകലിലും ഒക്കെ ആ വ്യത്യാസം കാണാൻ പറ്റും. ഉസ്താദിനോട് ചങ്ങാതിയെ പോലെ പെരുമാറാൻ പറ്റും. ഉസ്താദിന്റെയൊക്കെ കാശ് കടം വാങ്ങാൻ പറ്റും. ഏത് മുത്തഅല്ലിമീങ്ങളും കാശൊക്കെ എത്രയും കടം വാങ്ങും, ഉണ്ടെങ്കിൽ മുഴുവൻ കൊടുക്കും. എന്നാ പറ്റിക്കാൻ പറ്റുമോ? ഉസ്താദിനെ പറ്റിക്കാൻ പറ്റൊന്നുമില്ല. ഞാൻ വ്യക്തിയെ പറയാതൊരു കഥ പറയാം. ഉസ്താദിന്റെയൊക്കെ ഒരാൾ കാശ് കടം വാങ്ങി കാസർഗോഡ് ഓതുമ്പള. ആള് ബാക്കവിയാണ്. വ്യക്തി ഇന്നും ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടും നമ്മുടെ പക്ഷത്ത് അല്ലാത്തത് കൊണ്ടും ഞാൻ ആളെ പറയുന്നില്ല. ഉസ്താദ് ഞങ്ങളെ കൂടെ ബാക്കവി ആയ ശേഷം അസമ്മൂലയുടെ അടുത്തുനിന്ന് ജമ്മുൽ ജവാമിയും മുഖ്തസറും ഓതണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ മുത്തഅല്ലിമായി വന്ന ഒരു ബാക്കവി. അദ്ദേഹം നേരത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ഗണ്ണന പ്രസംഗ രംഗത്ത് കുറച്ചു കാലം സജീവമായി ഉണ്ടായിരുന്നു. ദർസു സ്ഥാപനമൊക്കെ നടത്തിയിരുന്നു. ഉസ്താദ് കാസർകോട്ടേക്ക് ഖാദിയായി വരുന്നു എന്നറിഞ്ഞപ്പോ ഞങ്ങളെ കൂടെ മുത്തഅല്ലിമായിട്ട് ഈ ബാക്കവിയായ മനുഷ്യൻ വന്നു. ഉസ്താദ് അവിടെ മൊഗ്രാൽ പുത്തൂർ എന്ന പള്ളിയിൽ വെള്ളിയാഴ്ച ഖുത്ബന്റെ ചാർജും ഒക്കെ അദ്ദേഹത്തിന് ആക്കിക്കൊടുത്ത് ചെറിയൊരു ശമ്പളവും പിന്നെ ബാക്കി സമയത്തൊക്കെ ഞങ്ങളെ കൂടെ പ്രധാന കിതാബുകൾ പഠിക്കാൻ കൂടുകയും ചെയ്യുന്നൊരു ബാക്കവി. അങ്ങനെ ഒരു 4000-5000 ഒറ്റ ഉറുപ്പിക ഉസ്താദിന്റെ അടുത്ത് നിന്നൊക്കെ കടം വാങ്ങി. എന്നിട്ട് ഇദ്ദേഹം തെറ്റി, ഉസ്താദുമായി തെറ്റി. അവിടെ നിങ്ങൾ പോകുന്നു, കാശ് കൊടുത്തില്ല. കാശ് കൊടുക്കാതെ മുങ്ങി നടന്നപ്പോ ഉസ്താദിനെ കോഴിക്കോട് വെച്ച് കാണും. കണ്ട ഇയാൾ ഉസ്താദിനെ അവിടെ കണ്ട ഇതിൽ ഒളിക്കും. എങ്ങനെ തെരഞ്ഞാലും പിടിച്ചാലും കിട്ടൂല. അവസാനം ഉസ്താദ് എന്താ ചെയ്തത്? ഉസ്താദ് ദുനിയാവിയായ വിഷയത്തിൽ ചിന്തയൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ ഉസ്താദിനെ ഒരാൾ പറ്റിക്കാൻ മെനക്കെട്ട ഉസ്താദ് വിടൂല. ഉസ്താദ് എന്താ ചെയ്തു പറയുന്നത്? ഈ മനുഷ്യന്റെ പേരേക്കാൾ പോയി. ഈ മനുഷ്യന്റെ വീട്ടിലേക്കാൾ പോയിട്ട് ആളെവിടെയെന്ന് ചോദിച്ചു. ആളവിടെ ഉണ്ടെന്നില്ലെന്ന് അറിയില്ല. പക്ഷെ ഇല്ല എന്ന് വീട്ടുകാരിയുടെ നിർബന്ധം. അപ്പോ പറഞ്ഞു, എന്റെ അടുത്തുനിന്ന് ഇത്ര രൂപ കടം വാങ്ങിയിട്ട് പോന്നതാണ്. ഇപ്പൊ കാണുമ്പോ ഒക്കെ പിന്നെ കാണാൻ സൗകര്യം ചെയ്യാതെ മുങ്ങി നടക്കുകയാണ്. അതുകൊണ്ട് അസ നാളെയും വരും, നാളെ എന്റെ പൈസ വേണമെന്ന് പറഞ്ഞേ കിട്ടുമോ? അത് പറഞ്ഞ് തിരിച്ചു പോന്നു. പിറ്റേന്ന് വീണ്ടും ചെന്നപ്പോ ആളുകളെല്ലാം എവിടെ പോയതൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ എനിക്കെന്റെ കാശ് കിട്ടണം.
എന്റെ ശരീരത്തിൽ എന്താ ആഭരണം ഉള്ളത്? കഴുത്തിലെ മാല വർത്താനം എന്ന് പറഞ്ഞിട്ട് മാലാണ് വാങ്ങി കോഴിക്കോട് കൊണ്ടിട്ട് മാലയാണ് വിറ്റിട്ട് ഉസ്താദിന്റെ കാശ് എടുത്ത് പോകാനുള്ള ചെലവ് എടുത്ത് ബാക്കി പൈസ പെരില കൊണ്ടേ കൊടുത്തു. ഇത് എന്നിട്ട് ഞങ്ങൾക്ക് ആ കൊല്ലം ദർസ് തുടങ്ങുമ്പോൾ ഉസ്താദ് കത്തയച്ചിരുന്നു, ഇന്ന ദിവസം ദർസ് തുടക്കുമെന്ന്. ആ ദർസ് തുടക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ ഇന്ന വണ്ടിക്ക് നമുക്ക് പോകണം, നമ്മളെല്ലാവരും കോഴിക്കോടിന്റെ സമയത്ത് എത്തണം എന്ന് പറഞ്ഞാൽ എല്ലാ മുത്താലിമിനും കത്തയക്കും. ആ കത്തയക്കുന്ന കൂട്ടത്തിൽ അന്ന് ആ കൊല്ലത്തെ കത്തിന്റെ ലാസ്റ്റ് ഉസ്താദ് ഇട്ടിട്ട് എഴുതി ഡാഷിന്റെ കാശ് കിട്ടി ഞങ്ങൾക്ക് അയച്ച കത്തിൽ ഉണ്ടായിരുന്നു ഉസ്താദിന്. ഇങ്ങനെ അതൊരു തമാശയായിട്ട് പിന്നെ ഞങ്ങളോടൊക്കെ പറയും. ഇങ്ങനെ ലളിത ജീവിതം. പാലക്കാട് കോളേജിൽ പഠിക്കുന്ന കാലത്തൊരു മുത്താലിമ്, പാലക്കാട് കോളേജിലൊക്കെ പിന്നെ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും വീടുകളിലാണ്. അപ്പൊ ഒരു മുത്താലിമിന് കുറച്ച് ദൂരം പോണം, ഭക്ഷണത്തിന് പോണം, ടോർച്ച് വേണം. ഒരു ദിവസം ഭക്ഷണത്തിന് പോകുമ്പോൾ ഈ മുത്താലിമിന് ടോർച്ചിൽ ബാറ്റില്ല, വേറെ ആളെയൊക്കെ ടോർച്ച് കടം കൊടുക്കാനുമില്ല. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്തു? ഈ കുട്ടി ആളിപ്പോ ഫൈസിയാണ്, മഞ്ചേരിക്ക് അടുത്തൊരു പ്രദേശത്തുള്ള ആളാണ്. അദ്ദേഹത്തിന് അറിയാം ഈ കഥയൊക്കെ. ഇദ്ദേഹം ഉസ്താദിന്റെ അടുത്ത് കയറി ചെന്നിട്ട്, ഉസ്താദെ നിങ്ങളെ ടോർച്ചൊന്ന് തരുമോ എന്ന് ചോദിച്ചു. ആ ഉസ്താദ് ചോദിച്ചു, എന്തിനാടാ എന്റെ ടോർച്ച്? എനിക്ക് ചോറിന് പോകാനാണ്. അപ്പൊ നിനക്ക് ടോർച്ചില്ലേ? എനിക്ക് ടോർച്ചുണ്ട്, ബാറ്ററി ഇല്ല. ബാറ്ററി കഴിഞ്ഞാൽ വാങ്ങലല്ലേ, അതിന് പൈസ അല്ല. ഇനി എനക്ക് പൈസ ഉണ്ടാകുമ്പോൾ എന്റെ ടോർച്ച എനക്ക്. അപ്പൊ ഇയാളുടെ പൊന്നാര ഉസ്താദ്, ഞങ്ങൾ ഇന്നത്തെ വിഷയം പരിഹരിക്കാമെന്ന് സഹകരിച്ചാൽ മതി, നാളെ മുതൽ ഞാൻ എന്തെങ്കിലും ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ടോർച്ച് ഞാൻ തരാം, പക്ഷെ ഷർത്ത് പാലിക്കണം, എന്നാലേ തരുള്ളൂ പറഞ്ഞു. അതിന് കയ്യോന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ ഇങ്ങനെ മിണ്ടാതെ പറഞ്ഞു, എന്താ ഷർത്ത് എന്ന് ചോദിച്ചു. എന്താ ഷർത്ത്? ഷർത്ത് കേട്ടിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, 9 നെക്കലേ നെക്കാൻ പാടുള്ളൂ പറഞ്ഞു. 1 കിലോമീറ്ററോളം നടന്നു പോണം, 9 നെക്കലേ നെക്കാൻ പാടുള്ളൂ, അതിലപ്പുറം നെക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഇയാളിങ്ങനെ ആലോചിച്ചിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ടോർച്ച് വാങ്ങി ചോറ് കഴിച്ചു വന്നു. ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് ടോർച്ച് കൊടുത്തപ്പോ ഉസ്താദ് ചോദിച്ചു, ഷർത്ത് പാലിച്ചോന്ന് ചോദിച്ചു. ഇയാള് പറഞ്ഞു, നല്ലോണം പാലിച്ചു പറഞ്ഞു. എങ്ങനെയാന്ന് ചോദിച്ചു. ഞാൻ 2 നെക്കലേ നെക്കിയിട്ടുള്ളൂ പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ നെക്കിയിട്ട് അവിടെ എത്തിയിട്ട് ഓഫാക്കി, അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നെക്കിയിട്ട് ഇവിടെ എത്തിയിട്ട് ഓഫാക്കി, അനുവദിച്ച് 7 നെക്കൽ എനിക്ക് ബാക്കിയുണ്ട്, അതുകൊണ്ട് അടുത്ത 3 ദിവസം കൂടി എനിക്ക് ടോർച്ച് വേണം. ഉസ്താദ് 2 കൈയും തലയെ കെട്ടിയിട്ട് പറഞ്ഞു, മോനെ ഈക്കനെ പറ്റിച്ച ഒരാൾ തന്നെയാണ്, ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ മുതഅല്ലിമീങ്ങളോട് ഗർജിക്കുന്ന സിംഹമായി എല്ലാവരുടെ മനസ്സിലും വലിയ ഹൈബത്തോടെ നിലനിൽക്കുന്ന കാലത്തും ചങ്ങാതിമാരെ പോലെ മുതഅല്ലിമീങ്ങളോട് ഇടപഴകിക്കൊണ്ട് കുട്ടികൾക്കൊരു പിതാവിനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ അങ്ങനെ നടന്ന് വ്യക്തമായ ദീനും ആദർശവും പഠിപ്പിച്ച ഉസ്താദ്, ആ ഉസ്താദിനോട് സ്നേഹമുള്ളവരൊക്കെ ആദർശ പഠനത്തിലും കൂടി സജീവമാകാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ സദസ്സിൽ, ഈ ക്ലാസ് റൂമിൽ ഉസ്താദിനെ കുറിച്ച് പറയാൻ ഇപ്പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം അറിയുന്ന വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുകൂടി ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കാളികളായി അതിന് പറയാനുള്ള അവസരം വേണമല്ലോ. അതിനുവേണ്ടി വഴിമാറി കൊടുത്തുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മഹത്തായ ബറക്കത്തുകൊണ്ട് സുന്നത്തി ജമാഅത്തിനെ സജീവമായി വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കി തരുമാറാവട്ടെ. നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ സുന്നത്തി ജമാഅത്തിൽ നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.